യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ വാക്യം എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ, സോ ദാറ്റ് യു മേ നോ ദാറ്റ് യു ഹാവ് ഇറ്റേണൽ ലൈഫ്. വളരെ പ്രായമുള്ള ഒരു അപ്പോസ്തലൻ ആ സമയത്ത്, അല്ലെങ്കിൽ വളരെ ഏജ്ഡായിട്ട് ജീവിച്ചിരുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തെരഞ്ഞെടുത്ത യോഹന്നാൻ അപ്പോസ്തലൻ താൻ സാർവത്രിക സഭയ്ക്ക്, അതായത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോകത്തിലെ എല്ലാ വിശുദ്ധന്മാരും വായിക്കേണ്ട ലേഖനം പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോടെ എഴുതുകയാണ്. എഴുതിയപ്പോൾ 5-ാമത്തെ അധ്യായത്തിന്റെ 13-ാം വാക്യം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് യോഹന്നാനെ കൊണ്ട് എഴുതിച്ചത് എന്ന് നോക്കിയേ. ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ, ദാറ്റ് സോ ദാറ്റ് യു മേ നോ ദാറ്റ് യു ഹാവ് ഇറ്റേണൽ ലൈഫ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യോഹന്നാൻ പറഞ്ഞു വരുന്നത്, ഈ ലേഖനം 5 അധ്യായങ്ങളേ ഉള്ളൂ. ഈ 5 അധ്യായത്തിനകത്ത് വളരെ ശ്രേഷ്ഠമായ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഈ ലേഖനത്തിന്റെ തീം പറഞ്ഞേക്കുകയാണ്. ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് വരാനായിട്ട് പോവുകയാണ്. ഈ ലേഖനത്തിന്റെ തീം പറഞ്ഞേക്കുകയാണ്. ഞാനിത് എഴുതുന്നത്, ഇത് വായിക്കുന്ന എല്ലാവരും 5-ാം അധ്യായം അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്ന ഈ ലേഖനത്തിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ വായനക്കാരെല്ലാവരും സ്വയമായി ഒരാത്മപരിശോധന നടത്തണം. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടോ ഇല്ലയോ? ഈ ലേഖനത്തിനകത്ത് ഞാൻ പറയുന്ന ഓരോ സെന്റൻസ് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ലേഖനത്തിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായും യാതൊരു സംശയത്തിനും ഇടയില്ലാതെ ധൈര്യത്തോടെ ബോൾഡായിട്ട് പറയാൻ പറ്റും, എനിക്ക് നിത്യജീവൻ ഇപ്പോഴേ ഉണ്ട്. നമ്മൾ ഈ നിത്യജീവൻ എന്നുള്ളതേ മരണശേഷം കിട്ടുന്ന ഒരു ബഹുമതിയായിട്ടല്ല തിരുവെടുത്ത് പറഞ്ഞേക്കുന്നത്. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും, അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്ന വിശുദ്ധീകരണത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അതൊരു കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകേണ്ട ഒരു കാര്യത്തെയാണ് നിത്യജീവൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഈ ഒരുപക്ഷെ നമുക്ക് നിത്യജീവൻ ഉണ്ടോ എന്ന് അറിയേണ്ടതിനായി എഴുതിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരല്പം വ്യക്തത വരുത്തിയാൽ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് വരും. യോഹന്നാൻ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിങ്ങളെല്ലാവരും യഥാർത്ഥമായിട്ട് രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് അറിയേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ ഇച്ചിരിയോടെ കാര്യം ക്ലിയർ ആയോ? ഈ ലേഖനത്തിനകത്ത് പറഞ്ഞേക്കുന്ന ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഒരു 11 കാര്യം ഞാൻ പറയാൻ പോവാണ്. ഈ 5 അധ്യായത്തിൽ നിന്ന് വളരെ പെട്ടെന്ന് 11 കാര്യം പറയാൻ പോവുകയാണ്. ഈ 11 കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും, അല്ലെങ്കിൽ ഈ 11 കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും രക്ഷിക്കപ്പെട്ടവരായിരിക്കും, ട്രൂലി ബോൺ അഗെയിൻ ആയിരിക്കും. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ ബിബ്ലിക്കൽ ടെസ്റ്റ് ഓഫ് ജെന്യുവിൻ സാൽവേഷൻ. അതാണ് എൻ്റെ ടോപ്പിക്ക്, ബിബ്ലിക്കൽ ടെസ്റ്റ് ഓഫ് ജെന്യുവിൻ സാൽവേഷൻ. നമ്മൾ വർഷങ്ങളായിട്ട് വിശ്വാസത്തിലാണ്, വർഷങ്ങളായിട്ട് പെന്തക്കോസ്തിലാണ്, നമ്മൾ വർഷങ്ങളായിട്ട് കൂട്ടായ്മയ്ക്ക് പോകുന്നവരാണ്. അത് നല്ലൊരു സൈൻ ആണെങ്കിലും യോഹന്നാൻ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം ജെന്യുവിൻ ആണോ? നിങ്ങൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ചവരാണോ? നിങ്ങൾക്ക് ദൈവം പുതിയ ഹൃദയം നൽകിയിട്ടുണ്ടോ? നിങ്ങളുടെ അകത്ത് ദൈവം തൻ്റെ ആത്മാവിനെ നൽകിയിട്ടുണ്ടോ? നിങ്ങളുടെ കല്ലായ ഹൃദയം മാംസളമായ ഹൃദയമായി ദൈവം മാറ്റിയിട്ടുണ്ടോ? ഹൃദയത്തിൻ്റെ അഴുക്ക് നിർമ്മല ജലത്താൽ കഴുകി ശുദ്ധീകരണം നടന്നിട്ടുണ്ടോ? ഈ കാര്യങ്ങളെയാണ് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം പ്രവാചകന്മാർ ജെറമ്യായും എസെക്കിയേലും പറയുന്ന കാര്യങ്ങളാണ്. അതിനെ എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റ് പ്രൊഫസിയാണ് ഞാനിപ്പോൾ പറഞ്ഞ വാക്യം. ഈ കാര്യങ്ങൾ നമ്മിൽ നടന്നിട്ടുണ്ടോ? യോഹന്നാൻ പറയുകയാണ്, ഈ പറയുന്ന 11 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരാണ്, നമ്മൾ വാസ്തവമായി വീണ്ടും ജനിച്ചവരാണ്, നമുക്ക് നിത്യജീവൻ ഉള്ളവരാണ്. ഇല്ല, ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മൾ ഒരു ഫേക്ക് ഫോൾസ് ക്രിസ്ത്യനാണ്. മനസ്സിലാവുന്ന ഫോൾസ് ക്രിസ്ത്യൻ എന്നുള്ള വാക്ക്, അങ്ങനെ ഒരു പ്രയോഗം
മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു കപട വിശ്വാസിയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. ഒരു കപട വിശ്വാസിയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ബൈബിൾ പഠിപ്പിക്കുന്നയാൾ രക്ഷിക്കപ്പെട്ടതാണ്, അങ്ങനെ ഒരു അടയാളം ബൈബിളിനകത്തില്ല. മനസ്സിലാവുന്നോ? ബൈബിൾ പഠിപ്പിക്കുന്നയാള് അദ്ദേഹം ബൈബിൾ പഠിപ്പിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയാണ്, അങ്ങനെ ഒരു ആശയം യോഹന്നാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. ബോസ്റ്റൺ ഈ രാവിലത്തെ പ്രെയർ മീറ്റിങ്ങിന് കയറുന്നവരെല്ലാം രക്ഷിക്കപ്പെട്ടവരാണ്, അങ്ങനെയും യോഹന്നാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലാകുന്നോ? അല്ലെങ്കിൽ ഈ നമ്മുടെയൊക്കെ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരാൾ വന്നെങ്കിൽ അതാണ് രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളം, അങ്ങനെയും യോഹന്നാൻ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ എല്ലാവർക്കും, അതായത് ട്രൂലി ബോൺ അഗെയിനായ, അകത്ത് വീണ്ടും ജനനം വന്ന, പരിശുദ്ധാത്മാവിന്റെ ആ അധിവാസം, റെസിഡൻസ് ഉള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം? 11 ടെസ്റ്റ് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറഞ്ഞേക്കുകയാണ്. അതുകൊണ്ട് ഈ 11 ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ 11 എണ്ണത്തിനകത്ത് 5 എണ്ണം ഉണ്ട്, 6 എണ്ണം ഇല്ല. അങ്ങനെങ്കിൽ ഹാഫ് നിത്യജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇതിനകത്ത് ഒരെണ്ണം ഉണ്ടെങ്കിൽ 11 എണ്ണം ഉണ്ടാവും. 11 എണ്ണം ഉണ്ട്. ഈ ഒരെണ്ണം ഇതിനകത്ത് ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ 11 എണ്ണം ഇല്ല. അതാണ് ഈ യോഹന്നാന്റെ എഴുത്തിന്റെ പ്രത്യേകത. നോക്കിയേ, യോഹന്നാൻ എഴുതിയ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു വരികയാണ്. യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാനിത് എഴുതിയിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാനിത് പ്രസംഗിക്കുന്നത് നമുക്കിത് ഉണ്ടോ ഇല്ലയോ എന്നത് പരിശോധനയ്ക്ക് വേണ്ടിയാണ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയത് വിചാരിച്ചോട്ടെ. അങ്ങനെയെങ്കിൽ നമുക്ക് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ ഒരു 11 വാക്യം വായിക്കണം. 11 വാക്യം വായിച്ചിട്ട് ഞാൻ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാവില്ലേ, എന്റെ പ്രസംഗം മ്യൂസിക് ഇട്ടൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവില്ല. ഒരു മ്യൂസിക് ഇടാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഓരോന്നൊന്ന് വളരെ ശ്രദ്ധയോടെ പോകാം. ഇതിനകത്ത് കർത്താവിനെ അക്ഷയമായിട്ട് സ്നേഹിക്കുന്ന ആളുകൾക്ക് എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ദൈവമേ, ഇതൊക്കെ എന്നിൽ ഉണ്ടാകും എന്നൊരു സന്തോഷം അവർക്കുണ്ടാകും. അങ്ങനെയെങ്കിൽ നമുക്കൊരു പരിശോധന നടത്താം. തിരുവെഴുത്തിലേക്ക് തിരിയാം. 1-ാം അധ്യായത്തിലേക്ക് വന്നേ. 1-ാം അധ്യായത്തിനകത്ത് അതിന്റെ 2-ഉം 3-ഉം വാക്യങ്ങൾ. 2-ാമത്തെ വാക്യം, കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾ അവനെ കണ്ടതാണ്, ഞങ്ങൾ അവനെ തൊട്ടതാണ്, ഞങ്ങൾ അവനിൽ നിന്ന് കേട്ടതാണ്. ഇങ്ങനത്തെ ചില അതൊക്കെ അന്നത്തെ ഒരു ഡൊസറ്റി കൾട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് യേശു എന്നയാള് അതൊരു എന്താ പറയുക, അതൊരു ജസ്റ്റ് അപ്പിയറൻസ് മാത്രമായിരുന്നു, അത് റിയൽ ആയിരുന്നില്ല. അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ടായിരുന്നു. അതിന് മായക്കാഴ്ചവാദികൾ എന്നൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളതൊന്നും പഠിക്കണ്ട. മായക്കാഴ്ചവാദികൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. അവരെയും കൂടി ഒന്ന് കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് യോഹന്നാൻ എഴുതുക, നിങ്ങൾ പറയുന്ന പോലെ മായക്കാഴ്ചയൊന്നും ആയിരുന്നില്ല, ഞങ്ങൾ അവനെ തൊട്ടതാണ്, ഞങ്ങൾ അവനെ കേട്ടതാണ്, ഞങ്ങൾ അവനെ ആ പ്രയോഗം കണ്ടോ, ഞങ്ങളുടെ കൈ തൊട്ടത്, ജീവന്റെ വാതിനെ സംബന്ധിച്ച് ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുന്നത്, ഞങ്ങൾക്ക് പ്രത്യക്ഷനായത്. കണ്ടോ, ആ പ്രയോഗം പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം മായക്കാഴ്ചയൊന്നും ആയിരുന്നില്ല. ഹി വാസ് എ റിയൽ പേഴ്സൺ എന്നാണ് യോഹന്നാൻ പറഞ്ഞു വരുന്നത്. മനസ്സിലാവുന്നോ? ഹി വാസ് എ റിയൽ പേഴ്സൺ. എന്നിട്ട് അതിന്റെ 3-ാം വാക്യം കണ്ടോ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. അതിന് തൊട്ടുമേളിൽ ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. കണ്ടോ, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. 2-ാം വാക്യം കണ്ടോ, ഈ വേദപുസ്തകത്തിലൂടെ ഒന്ന് നോക്കിപ്പോണേ. നമ്മൾ ഈ ഒരു പ്രസംഗം കേൾക്കാൻ നേരത്തെ ഒരു 10 വാക്യം കൂടുതൽ നോക്കി എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കില്ല. ഞാൻ ഈ ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഞാൻ അതിന് പൂർണ്ണമായിട്ടും എതിരായിട്ടുള്ള കാര്യമാണ്. ആദ്യം ഒരു വാക്യം വായിച്ചിട്ട് പറയും നിങ്ങളിതെല്ലാം അടച്ചു വെച്ചോളാം പറയും. ഞാൻ അങ്ങനെ പറയുന്ന ആളേ അല്ല. നിങ്ങളിത് യോഗം തീരുന്നിടം വരെയും പുസ്തകം തുറന്നു വെക്കണം. ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ പറയണേ അദ്ദേഹം പറഞ്ഞ കാര്യമൊന്നും പുസ്തകത്തില്ല, അതൊന്നും ദൈവം പറഞ്ഞല്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം. മനസ്സിലാവുന്നോ? നോക്കൂ, അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ ടെസ്റ്റ് എല്ലാവരും കേട്ടോ. 1-ാമത്തെ ടെസ്റ്റ് ഞാൻ പറയണേ, ഹാവ് യു എൻജോയ്ഡ് ഫെലോഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ഫാദർ? പിതാവായ ദൈവമായിട്ടും തൻ്റെ ഏകജാതനായ പുത്രനുമായിട്ട് നിങ്ങൾക്ക് യഥാർത്ഥമായ കൂട്ടായ്മയുണ്ടോ? യോഹന്നാൻ പറയുകയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവായവനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. വാക്യം കണ്ടോ, എന്താ കൂട്ടായ്മ എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്താ ഇവിടെ യോഹന്നാൻ പറയുന്നത്? ഞങ്ങൾക്ക് യേശു ഭൂമിയിലായിരുന്നപ്പോൾ എനിക്ക് യേശുവിനോട് കൂട്ടായ്മ ഉണ്ടായിരുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല. അതിന്റെ അർത്ഥം ഇവിടെ യോഹന്നാൻ പറഞ്ഞൊരു പ്രയോഗം നിങ്ങൾ കണ്ടോ, പുത്രനോട് മാത്രമല്ല പിതാവിനോടും ഞങ്ങൾക്ക് കൂട്ടായ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അടയാളം ത്രിയേക ദൈവത്തോട് ആ വ്യക്തിക്ക്
നിത്യമായ വേർപിരിയാത്ത ഇടതടവില്ലാത്ത ഒരു ഫെലോഷിപ്പ് ഉണ്ടായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനിയും എന്നെ ഒന്ന് കേട്ടെ, എത്ര പേർക്ക് ഇത് വളരെ ഷാർപ്പ് ദൂതാണ്, ഒരു കൺസെഷനും ഇല്ലാത്ത കാര്യമാണ് പറയാൻ പോകുന്നത്. എത്ര പേർക്ക് സന്തോഷത്തോടെ വളരെ ആത്മാർത്ഥതയോടെ പറയാനായിട്ട് കഴിയും, ദൈവവുമായിട്ട്, ത്രിയേക ദൈവവുമായിട്ട് എനിക്ക് ഇടമുറിയാത്ത ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ആ ഫെലോഷിപ്പ് എന്ന വാക്കുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് ഇന്റിമസി വിത്ത് ഗോഡ് എന്നുള്ളതാണ്. ഇന്റിമസി വിത്ത് ഗോഡ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 1:9 ഒരു വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് 1:9 എങ്ങനെയാണ് അപ്പോസ്തലൻ എഴുതുന്നതെന്ന് അറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അങ്ങനെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏറ്റവും ബേസിക് ആയിട്ട് ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളം, ഒരാൾക്ക് നിത്യജീവൻ ദൈവത്താൽ ദാനം ലഭിച്ചു എന്നതിൻ്റെ അടയാളം, ആ വ്യക്തിക്ക് ത്രിയേക ദൈവവുമായിട്ട് ഇടമുറിയാത്ത ഒരു ഫെലോഷിപ്പ് ഉണ്ട്. ആ ഫെലോഷിപ്പ് ആ വ്യക്തി എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ത്രിയേക ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? ആ ബന്ധത്തിൽ നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ്? ആ ബന്ധം ഇന്റിമേറ്റ് റിലേഷൻ ആണോ, അതോ ആ ബന്ധം ഇങ്ങനെ ഒരു കാഷ്വൽ ആയിട്ട് പോവുകയാണ്? എല്ലാവരും യോഗത്തിന് പോകുന്നു, രാവിലെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, പേരിന് ബൈബിൾ വായിക്കുന്നു. ഞാൻ വളരെ ഓണസ്റ്റ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കുള്ള പ്രവേശനം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അടുത്തായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് ലോഡൊക്കെ നിങ്ങൾ പറയുമോ എന്നുള്ള കാര്യം ഇപ്പൊ പറയണ്ട. എനിക്ക് മുന്നേ എന്റെ കണ്ണിക്കോട് നോക്കി നിങ്ങളെ കണ്ടെനിക്ക് മനസ്സിലാക്കായിരുന്നു. എല്ലാവർക്കും പിടിയിട്ടോ? ഇതൊക്കെ കേട്ടാൽ നമ്മളെ യോഗത്തിനിരുന്ന ആൾക്കാർ ഉറങ്ങും, ശരിയല്ലേ? ഇതൊക്കെ കേട്ടപ്പോ ഈ ഉപദേശിക്ക് ഒരു കൃപയില്ലാത്ത ഉപദേശിയ. പുള്ളി ചുമ്മാ ഇങ്ങനത്തെ കാര്യം മാത്രമേ പറയുള്ളൂ. ഇവിടെ ലോട്ടറി അടിക്കുന്ന കാര്യം പറയാമെങ്കിൽ നമ്മുടെ ആൾക്കാർ ഭയങ്കര ആത്മീയര, അവരൊക്കെ ഹല്ലേലൂയ പറയും, പ്രൈസിലോട് പറയും. പക്ഷെ സങ്കടമാണ്, വഞ്ചനയാണ്. നമ്മൾ നരകത്തിലേക്ക് പോവുകയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ നിത്യജീവൻ ഇല്ലാത്തവരാണ് ഈ ലോകത്തിന്റെ കാര്യം പറയുമ്പോൾ വലിയ ആത്മാവാകുന്നത്. നോ, ആബ്സല്യൂട്ട്ലി നോൺസെൻസ് ആണ്. ഒരുവൻ ആത്മീയനാണെങ്കിൽ, ഒരുവന് നിത്യജീവൻ ഉണ്ടെങ്കിൽ, അവന്റെ അകത്ത് ത്രിയേക ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് ഉണ്ടായിരിക്കും. യോഹന്നാൻ പറയാ, ഞങ്ങളുടെ കൂട്ടായ്മയോ യേശു ക്രിസ്തുവിനോടും അവന്റെ പിതാവിനോടുമാണ് ഞങ്ങളുടെ കൂട്ടായ്മ. പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കണം ഒരു ട്രൂ. യോഹന്നാൻ പറയാ, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഈ ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് യോഹന്നാൻ പറഞ്ഞേക്കുന്നത്. എല്ലാവരും കേട്ടോ? പ്രൈസ് ലോർഡ്. നോക്കൂ, ഇവിടെ ഈ ബന്ധം ഒരു കോൾഡ് ഫാക്റ്റ് അല്ല കേട്ടോ. ഇതൊരു കോൾഡ് ഫാക്റ്റ് അല്ല, ഇതൊരു എക്സ്പീരിയൻഷ്യൽ നോളജ് ആണ്. എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീലിംഗ് ഉണ്ട്. എപ്പോഴത്തെ ആൾക്കാർ പറയുന്ന, ചില ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഇപ്പോഴത്തെ ഈ മോഡേൺ വർഷിപ്പ് ലീഡേഴ്സ് അവരൊക്കെ പറയുന്നുണ്ട്, ഹൗ ഡു യു ഫീൽ ടുഡേ? ഐ ആം ടോട്ടലി അഗെയിൻസ്റ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ ചോദിക്കട്ടെ, രാവിലെ ട്രാഫിക് ബ്ലോക്കും പിടിച്ച് നമ്മൾ സഭായോഗത്തിന് പോവുകയാണ്, നമ്മൾ അങ്ങോട്ട് ഓടിച്ചെന്നപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പാർക്ക് ചെയ്യുന്നിടത്ത് ഒരുത്ത വണ്ടി പാർക്ക് ചെയ്ത് കിടയെ കിട്ടിയില്ല, പിന്നെ അങ്ങ് കോർണറിൽ കൊണ്ടിട്ട് നമ്മൾ ഓടി കിതച്ച് സഭായോഗത്തിന് വന്നപ്പോൾ ഓൾറെഡി രാവിലെ മടിയായിരുന്നേക്കാൻ, രാവിലെ മടിയൊക്കെ പിടിച്ച് എഴുന്നേറ്റ്, ആകെ കൂടി ഒരു സൺഡേ അവധി കിട്ടുന്ന എഴുന്നേറ്റ് പാർക്കിങ്ങും കിട്ടിയില്ല, അങ്ങ് റോഡ് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് യോഗത്തിന് വന്നപ്പോൾ ഒരാൾ ചോദിക്കുക, പാട്ട് പാടുന്ന ലീഡിൽ നിന്ന്, ഹൗ ഡു യു ഫീൽ ടുഡേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹൊറിബിൾ എന്നേ പറയത്തുള്ളൂ. നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണം, അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത് കാര്യം? പക്ഷേ ഹൗ ഡു യു ഫീൽ ടുഡേ എന്ന ക്വസ്റ്റ്യൻ അല്ല, വാട്ട് യു നോ ടുഡേ. നിങ്ങൾക്ക് എന്തറിയാം? വാട്ട് യു നോ അബൌട്ട് ഗോഡ്, what do you know about the fellowship of the Lord, what do you know about the scripture, what do you know about Christ? ആ ചോദ്യമാണ് ഉണ്ടാകേണ്ടത്. How do you feel എന്നല്ല, what you do you know. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനപ്പെട്ട പോൾ ഇതിന് വളരെ മനോഹരമായിട്ട് പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എനിക്ക് മരിക്കുന്നത് ആ കൂട്ടായ്മയിലേക്ക് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ആ കൂട്ടായ്മയെ പറ്റി അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനില്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? അങ്ങനെങ്കിൽ അതാണ് ആ ഫെലോഷിപ്പ് എന്നുള്ളത്. യോഹന്നാൻ പറയുക, ഭൂമിയിലായിരുന്നപ്പോൾ യേശുവുമായിട്ട് ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, എനിക്ക് പിതാവിനോടും കൂട്ടായ്മയുണ്ട്. കണ്ടോ അതിന്റെ അർത്ഥം? പിതാവിനോടും കൂട്ടായ്മയുണ്ട്. നമുക്ക് എത്ര പേർക്ക് ആ കൂട്ടായ്മ അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട്? ഡു യു
ഹാവ് യു എക്സ്പീരിയൻസ്ഡ് കമ്മ്യൂണിയൻ വിത്ത് ദ ഫാദർ ആൻഡ് ക്രൈസ്റ്റ്? ആൻസർ പറയണം. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് കമ്മ്യൂണിയൻ വിത്ത് ദ ഫാദർ ആൻഡ് ക്രൈസ്റ്റ്? ഡു യു ഹാവ് എ ലവ് ഫോർ ഗോഡ് ദാറ്റ് ഡ്രോസ് യു ടു ഹിസ് പ്രസൻസ്? പ്രാർത്ഥിക്കാനായിട്ട് സന്തോഷമുണ്ടോ? ദൈവം ഈ ഫെലോഷിപ്പ് ഉണ്ടെന്നുള്ളതിൻ്റെ ഫെലോഷിപ്പ് നമുക്ക് കർത്താവിനോടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എന്താണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് സന്തോഷമായിരിക്കും, ദൈവവചന വായനയ്ക്ക് സന്തോഷമായിരിക്കും, ആത്മീയ കൂട്ടായ്മയ്ക്ക് സന്തോഷമായിരിക്കും, അവൻ്റെ ഗ്രേസ് അനുഭവിക്കുന്നത് സന്തോഷമായിരിക്കും, ആ കംഫർട്ട് അനുഭവിക്കുന്നത് സന്തോഷമായിരിക്കും. അതിൽ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് കഴിയും. ഹാവ് യു എൻജോയ്ഡ് ദ ഫെലോഷിപ്പ് വിത്ത് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ ആൻഡ് ഹിസ് ഹോളി സ്പിരിറ്റ്? ആൻസർ യേസ് എന്നാണെങ്കിൽ യു ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. യേസ് അല്ല, ആത്മീയ കൂട്ടായ്മ ബോറാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ, എന്നെ തന്നെ ശോധന ചെയ്യുവിൻ. ഒന്നാമത്തെ ടെസ്റ്റ് എല്ലാവർക്കും കിട്ടിയോ? മ്യൂട്ടൊന്നും അൺമ്യൂട്ട് ചെയ്യാതെ ഒരാമേൻ ഒന്ന് പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, ഞാനിങ്ങനെ പോയ 11 കാര്യം തീരുമെന്ന് വിചാരിക്കുന്നില്ല, എങ്കിലും ഞാനങ്ങ് പോവാം. രണ്ടാമത്തെ കാര്യം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം എങ്ങനെയാണ് എഴുതിയേക്കുന്നത്? നമ്മൾ യോഹന്നാന്റെ ലേഖനം മറിക്കരുത്. 1:5 ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഇല്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാവുന്നു പറഞ്ഞ യോഹന്നാൻ പറയുകയാണ്, അവനിൽ ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടില്ല. ആ വാക്യം വളരെ വളരെ വിശാലമായിട്ട് അത് എൻ്റെ സബ്ജക്റ്റ്, ആ വാക്യങ്ങളുടെ എക്സ്പോസിഷൻ തരാനായിട്ടുള്ള ഈ 11 കാര്യം പറയുക എന്നതുകൊണ്ടാണ്, മനസ്സിലാവുന്നല്ലോ. അതുകൊണ്ട് ഇവിടെ യോഹന്നാൻ പറയുക അവൻ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ആബ്സല്യൂട്ട്ലി സിൻലെസ്. അതാണ് അതിൻ്റെ അർത്ഥം. അവനിൽ പാപമില്ല, അവൻ ഒരു ഡോട്ട് പോലും ഇല്ലാത്ത പെർഫെക്റ്റ് വെളിച്ചമാകുന്നു. അവനെ പോലെ പറയാനായിട്ട് ഒരാളുമില്ല. അവൻ വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, അവനിൽ ഇരുട്ട് ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്നിട്ട് അവനോട് 6-ാമത്തെ വാക്യം കണ്ടോ, അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും. ശ്രദ്ധിച്ചോണം, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാം, അവനോട് കൂട്ടായ്മ, പിന്നെ എൻ്റെ പൊന്നു ഉപദേശി, അവനോട് കൂട്ടായ്മ ഉള്ളതുകൊണ്ടല്ലേ യോഗത്തിന് വരുന്നേ? അവനോട് കൂട്ടായ്മ ഉള്ളതുകൊണ്ടല്ലേ ബോസ്റ്റൺ ലൈനിൽ ഞങ്ങൾ ഈ രാവിലെ വരുന്നത്? പ്രത്യേകിച്ച് ഈ വെസ്റ്റ് കോസ്റ്റിൽ നിന്ന് ആരെങ്കിലും കയറുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് പറയും 3 മണിക്ക് എഴുന്നേൽക്കുന്നത് അവരോട് കൂട്ടായ്മ ഉള്ളതുകൊണ്ടാണ്. അതില്ല, അതൊന്നും തെളിവല്ല. അതൊക്കെ കളിപ്പീരായിട്ട് എത്ര കാലം വേണേലും കൊണ്ട് നടക്കാം. നോക്കിയേ, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഫോഴ്സ് കുറയുന്നു. വാക്യം കണ്ടോ? കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ആഴ്ചയിൽ 6 ദിവസം നടപ്പ് ഇരുട്ടിലാണ്, ഹൈഡിങ് ആണ്, രഹസ്യമാണ്, നിഗൂഢതയാണ്, എല്ലാ കാര്യത്തിലും ഇടപെടും. അങ്ങനെ പറയുന്ന ആളുകളെ പറ്റി യോഹന്നാൻ പറയുകയാണ്, അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യും. രണ്ടാമത്തെ ടെസ്റ്റ് എന്നറിയാമോ? ആർ യു സെൻസിറ്റീവ് ടു സിൻ? പാപത്തോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? വാക്യം കണ്ടോ? ഇരുട്ടിനോടുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? 7-ാം വാക്യം നിങ്ങൾ കണ്ടോ? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ 8-ാമത്തെ വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ, പാപമില്ല എന്ന് പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിലില്ലാതെയായി. പ്രിയപ്പെട്ടവരെ, ആർ യു സെൻസിറ്റീവ് ടു സിൻ? പാപത്തോടുള്ള ചെറിയ കാര്യം മതി, ചെറിയ കാര്യം. നമ്മളിങ്ങനെ ഈ പാപം എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ, എല്ലാം പാപം തന്നെയാണ്. അത് ഏത് കാറ്റഗറി ആണെങ്കിലും പാപം തന്നെയാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെയാണ് ഇരിക്കുന്നത്? നമ്മൾ യോഹന്നാൻ പറയുന്ന ആർ വി ട്രൂലി സെൻസിറ്റീവ് ടു സിൻ എന്നതാണ് ഇതിനകത്തെ പ്രധാന. ഞാനൊരു ഉദാഹരണം പറയാം. പറഞ്ഞാൽ, അല്ലെങ്കിൽ ഉദാഹരണത്തിലേക്ക് വരാം. ജീവിതത്തിൽ വരുന്ന ആ ചെറിയ തെറ്റും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിരിക്കണം. വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് പറയുകയും ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകുകയും ചെയ്യുന്നവരോട് പറയാം, നിങ്ങൾക്കയ്യോ കഷ്ടം. യു ആർ നോട്ട് സെൻസിറ്റീവ് ടു സിൻ, യു ആർ നോട്ട് പൊസസ്ഡ് ഇറ്റേണൽ ലൈഫ്. നിങ്ങൾക്ക് നിത്യജീവൻ ഇല്ല, നിങ്ങളുടെ അകത്ത് പുതിയ ഹൃദയം ഉണ്ടായിട്ടില്ല. നമ്മളൊക്കെ ബീച്ചിലൊക്കെ പോയിട്ടുള്ളവരായിരിക്കുമല്ലോ എല്ലാവരും, അല്ലേ? ബീച്ചിലൊക്കെ പോയിട്ട് അധികം പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ US-ലുള്ളവരെല്ലാം സിയാറ്റ്ലി വന്നാൽ മതി. ഇവിടെ അത് മാത്രമേ ഉള്ളൂ, എവിടെ പോയാലും അത് മാത്രമേ ഉള്ളൂ. ഈ ബീച്ചിലൊക്കെ നമ്മൾ പോയിട്ടേ മണലിനകത്ത് കിടന്ന് ഞങ്ങളുടെ പിള്ളേരൊക്കെ ഉരുണ്ടിട്ട് തിരിച്ചു വന്ന് വെള്ളത്തിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ മണലിനകത്തൂടെ നടന്ന് വന്ന് കാറേ കയറി ഷൂ ഒക്കെ ഇട്ടു, എല്ലാം നല്ല സെറ്റപ്പായി വീട്ടിൽ പോവാം. ഈ ഷൂ ഇട്ട് കഴിഞ്ഞപ്പം ഈ ഷൂവിനകത്ത് മണല്
ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ കര വന്ന് കയറിയപ്പോൾ ഷൂവിനകത്ത് മണല്, നമ്മൾ ആ മണൽ എൻജോയ് ചെയ്യുവോ അതോ ആ മണൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുവോ? ഒന്ന് പറഞ്ഞേ. ഇത്ര നേരം മണലിൽ കിടക്കുമായിരുന്നു, മണലിൽ കിടന്ന് ഉരുളുമായിരുന്നു, അവിടെ എൻജോയ്മെന്റ് ആയിരുന്നു അല്ലേ? പക്ഷെ കാറെ കയറിയപ്പോൾ ഒരു തരി മണല് ഈ ഷൂവിനകത്ത് കിടക്കുക, പക്ഷെ അത് കളയാതെ പോകാൻ പറ്റില്ല. റൈറ്റ്? പാപത്തോട് നമ്മൾ എത്രമാത്രം സെൻസിറ്റീവ് ആണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. എത്രമാത്രം ആർ യു സെൻസിറ്റീവ് ടു സിൻ? ആർ യു സെൻസിറ്റീവ് ടു സിൻ? എനിക്ക് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, പക്ഷെ അപ്പോസ്തലൻ പറയുന്ന ഒരു കരച്ചിലുണ്ട് റോമാലേഖനം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഇച്ഛിക്കാത്തത് ഞാൻ പ്രവർത്തിക്കുകയാണ്. ഇതൊരു ആത്മീയന്റെ കരച്ചിലാണ് അല്ലേ? കർത്താവേ, എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അകത്തെ മനുഷ്യൻ അങ്ങനെ അങ്ങേപ്പോലെ ആകാനായിട്ട് ഞാൻ ലോങ്ങിങ് ആണ് കർത്താവേ, പക്ഷേ അറിയാത്തതൊക്കെ വരുന്നു. ഞാൻ വെളിച്ചത്തിലാണ് നടക്കുന്നത്, ഇരുട്ടിനോട് കൂട്ടായ്മയോട് എനിക്ക് ഒരു താല്പര്യമില്ല, പക്ഷേ അറിയാതെ ചിലതൊക്കെ എന്നിൽ വരാറുണ്ട്. ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഇതാണ് പ്രാർത്ഥന. ആർ യു എൻജോയിങ് ദ ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്? ഡു യു സെൻസിറ്റീവ് ടു സിൻ? ഈ 2 മാർക്കുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയാം, യു ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ്. ഒരു ജഡീകന്, ഒരു ലോക മനുഷ്യന് ഇതിനെ സംബന്ധിച്ച് യാതൊരു ബോധ്യമില്ല. ദേ ആർ നോട്ട് കൺസേൺഡ് അറ്റ് ഓൾ. അവരത് ബാധിക്കുന്ന പോലുമില്ല. അവർക്ക് അങ്ങനെ ഒരു മോറൽ ലോ പോലും ഇല്ല അല്ലേ? പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോടും അവന്റെ പുത്രനോടും ഞങ്ങൾ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ ഞങ്ങൾ നടക്കുന്നതും വെളിച്ചത്തിലായിരിക്കും. അവനിൽ പാപമില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പ്രോഗ്രസീവ് സാന്റിഫിക്കേഷനിലായിരിക്കും നടക്കുന്നത്. ഓൾവേസ് സെൻസിറ്റീവ് ടു സിൻ. മൂന്നാമത്തെ ടെസ്റ്റ്, വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഞാൻ ഒത്തിരി റെഫറൻസും ഒക്കെ നോട്ട് ചെയ്താണ് വന്നേക്കുന്നത്, പക്ഷേ എല്ലാം പറയാനായിട്ട് എൻ്റെ മുന്നിൽ ഇപ്പോൾ സമയമില്ല. മൂന്നാമത്തെ ടെസ്റ്റ് വളരെ ഗൗരവമുള്ളതാണ്. 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ചാപ്റ്റർ 2 വേഴ്സ് 3. തേർഡ് ടെസ്റ്റ്, വെദർ യു പൊസസ് ഇറ്റേണൽ ലൈഫ് ഓർ നോട്ട്. 3, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? ഡു യു ഒബേ? നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്നുണ്ടോ? ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. അതാണ് തെളിവ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട്. ഒരു കാര്യം ഒന്ന് പറയട്ടെ, 2026 4 മാസം കഴിഞ്ഞല്ലേ? 5-ാം മാസമാണ്. ഈ 4 മാസം വേദപുസ്തകം വായിച്ചപ്പോൾ എന്തേലും അനുസരിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഈ 4 മാസം? പ്രൈസ് ദി ലോർഡ്. ഇയർ എൻഡിങ്ങിന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, കഴിഞ്ഞ ഒരു വർഷം ബൈബിൾ വായിച്ചിട്ട് എന്തേലും അനുസരിക്കാനായിട്ട് കഴിഞ്ഞോ? ആണെങ്കിൽ പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. നോക്കിയേ, ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? ഇവിടെ അവിടെ മലയാളത്തിൽ നിങ്ങൾ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ, നല്ല ട്രാൻസ്ലേഷനാണ്. ഇംഗ്ലീഷിൽ കൊടുത്തേക്കുന്ന കീപ് ഹിസ് കമാൻഡ്മെന്റ്സ്. ആ കീപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം വാച്ച്ഫുൾ, കെയർഫുൾ, തോട്ട്ഫുൾ ഒബീഡിയൻസ്. വാച്ച്ഫുൾ, കീപ്ഫുൾ, തോട്ട്ഫുൾ ഒബീഡിയൻസ്. എത്ര ഗൗരവമാണ് ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാവുന്നോ? ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? എൻ്റെ 3-ാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ദൈവ വചനത്തോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? തിരുവെഴുത്തിനോടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ തിരുവെഴുത്ത് ഞാൻ അനുസരിക്കുന്നുണ്ട്. എങ്ങനെയാണ് തിരുവെഴുത്ത് അനുസരിക്കാനായിട്ട് കഴിയുന്നത്? 1-ാമത്തെ കാര്യം, ദൈവവചനം നമ്മുടെ അകത്ത് ഗ്രഹിച്ചാൽ മാത്രമേ, ഞാൻ പറയുന്ന പദം ശ്രദ്ധിച്ചോണം, ദൈവവചനം നമ്മുടെ അകത്ത് ഗ്രഹിച്ചാൽ മാത്രമേ. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നില്ലേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു, ഹൃദയത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തു, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. എങ്ങനെ ദൈവവചനത്തെ ഹൃദയത്തിൽ സംരക്ഷിക്കുന്നത്? രാത്രി കിടക്കാൻ നേരത്ത് ഒരു ബൈബിൾ എടുത്ത് തലമുറയുടെ അവിടെ വെച്ചാൽ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്? ഓൺലി ബൈ റീഡിങ് ഓഫ് ദ സ്ക്രിപ്ചർ, ഓൺലി ബൈ ലിസണിങ് ഓഫ് ദ സ്ക്രിപ്ചർ. ദൈവവചന വായനയാലും ദൈവവചന കേൾവിയാലും മാത്രമേ ദൈവവചനം ഒരുവന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ സംഗ്രഹിച്ചു കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ നമ്മളെ മുന്നോട്ട് നടത്തുന്നത്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എന്താ അവന്റെ ശബ്ദം എന്നറിയാമോ? ഈ എഴുതപ്പെട്ട തിരുവെഴുത്താണ് അവന്റെ ശബ്ദം. ആ ശബ്ദം എൻ്റെ ആടുകൾ കേൾക്കുന്നു. എങ്ങനെ കേൾക്കുന്നത്? അവരത് വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഹൃദയത്തിൽ അത് നിക്ഷേപിച്ചിരിക്കുകയാണ്. അങ്ങനെ നിക്ഷേപിച്ചിരിക്കുമ്പോൾ ഓരോ കാര്യത്തിലേക്ക്
ഭൂമിയിലേക്ക് വരുമ്പോഴും പരിശുദ്ധാത്മാവ് വാക്യങ്ങളെ ഓർപ്പിച്ച് നമ്മളെ അനുസരണത്തിൽ നടത്തുന്നു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3:15 വായിക്കുന്നത്, ക്രിസ്തുവിന്റെ വചനം സർവ്വൈശ്വര്യത്തോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? ചോദ്യം ഷാർപ്പാണ്. അനുസരിക്കുന്നെങ്കിൽ യു ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. യു ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. ഈ ഡേവിഡ് ലിവിങ്സ്റ്റണിനെ പറ്റി ഒത്തിരി കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടോ വായിച്ചിട്ടോ ഒക്കെ കാണും. ആ ഭക്തനായ മനുഷ്യൻ ആഫ്രിക്കയിൽ ഇംഗ്ലണ്ടിലെ ആ ലക്ഷറി ലൈഫൊക്കെ വിട്ട് വേല ചെയ്യാനായിട്ട് പോയി. ആഫ്രിക്കയിൽ ചെന്ന് ആ വയോധികനായ ആ മനുഷ്യൻ, അദ്ദേഹത്തിന് രണ്ട് കാര്യം പറയാം. ഒന്ന്, അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് 18ാം നൂറ്റാണ്ടിൽ യാത്ര ചെയ്തപ്പോൾ, 19ാം നൂറ്റാണ്ടിൽ യാത്ര ചെയ്തപ്പോൾ 75, ശ്രദ്ധിച്ചു കേട്ടണം, 75 ബുക്സ് ആയിട്ടാണ് പോകുന്നത്. അന്ന് 75 ബുക്സ്, 75 പുസ്തകമായിട്ട് അദ്ദേഹം ആഫ്രിക്കയ്ക്ക് പോവുക തൻ്റെ യാത്രയിൽ വായിക്കാനായിട്ട്. അങ്ങനെ ആ യാത്രയുടെ ക്ഷീണ നിമിത്തം, ദീർഘ ദിവസങ്ങളിലെ യാത്രയുടെ കഠിനാധ്വാന നിമിത്തം, അദ്ദേഹത്തിന് ആ ഫാറ്റിഗ്യൂ നിമിത്തം തനിക്ക് തൻ്റെ ലഗേജ് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നപ്പോൾ അദ്ദേഹം 74 പുസ്തകങ്ങൾ തൻ്റെ യാത്രയിൽ ഉപേക്ഷിച്ചു. ഒറ്റ പുസ്തകം മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വൺ ബുക്ക് ലെഫ്റ്റ്, ദാറ്റ് ഈസ് ഹിസ് പേഴ്സണൽ ബൈബിൾ എന്നാണ് വായിക്കുന്നത്. ഒറ്റ പുസ്തകം മാത്രം താൻ കളഞ്ഞില്ല, ആ തളർച്ചയിൽ താൻ കൈവിട്ടില്ല. ദ ബുക്ക്, ദാറ്റ് ഈസ് ഹിസ് ബൈബിൾ. പ്രിയപ്പെട്ടവരെ, ഒരു പുസ്തകം മാത്രം ലിവിങ്സ്റ്റൺ സൂക്ഷിച്ചു. ആ മനുഷ്യൻ മരണസമയത്ത് അദ്ദേഹത്തെ അന്വേഷിച്ച ആളുകൾ ചെന്നപ്പോൾ, ഇംഗ്ലണ്ടിൽ നിന്ന് അദ്ദേഹത്തെ അന്വേഷിച്ച ആളുകൾ ചെന്നപ്പോൾ, വയോധികനായിട്ട് ഒരു ചെറിയ വെട്ടത്തിന്റെ നടുവിലിരുന്ന് ലിവിങ്സ്റ്റൺ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അവർ കാണുന്നത്. ആ ബയോഗ്രഫിക്കകത്ത് എഴുതിയേക്കുന്നത്, ലിവിങ്സ്റ്റണിനോട് ഈ അദ്ദേഹത്തെ കാണാനായിട്ട് എന്ന മറ്റാളുകൾ ചോദിക്കുന്നത്, എന്താണ് ഈ വാർദ്ധക്യത്തിൽ ഈ ചെറിയ വെളിച്ചത്തിൽ അങ്ങ് തിരുവെഴുത്തിലൂടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലിവിങ്സ്റ്റൺ പറഞ്ഞ മറുപടി കേൾക്കണം. മരണാസന്നായിട്ട് കിടക്കുകയാണ്. ലിവിങ്സ്റ്റൺ പറഞ്ഞ മറുപടി, ഞാൻ വീണ്ടും ഈ തിരുവെഴുത്ത് പരതി നോക്കുമായിരുന്നു. ദൈവമേ, എൻ്റെ കണ്ണ് കാണാത്ത എന്തെങ്കിലും, ഞാൻ അനുസരിക്കാത്ത എന്തെങ്കിലും ഈ പുസ്തകത്തിനകത്തുണ്ടോ എന്നറിയാം. ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? പ്രൈസ് ഗോഡ്. ലൂതർ, സ്പർജൻ പറഞ്ഞൊരു വാചകം ഇതാണ്. സ്പർജൻ പറഞ്ഞതാണ്, അദ്ദേഹം 25,000 പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. 25,000 പുസ്തകം. നമ്മൾ എത്രമാത്രം റീഡിങ്ങിലൊക്കെ ഉണ്ടെന്ന് അറിയാം. 25,000 പുസ്തകം വായിച്ച സ്പർജൻ പറഞ്ഞതാണ്, ഐ വിസിറ്റ് മെനി ഗുഡ് ബുക്സ് ബട്ട് ഐ ലീവ് ഇൻ ഓൺലി വൺ ബുക്ക്, ദാറ്റ് ഈസ് ബൈബിൾ. ഞാൻ ഒത്തിരി പുസ്തകം വിസിറ്റ് ചെയ്യും, പക്ഷെ ഞാൻ ജീവിക്കുന്ന ഒറ്റ പുസ്തകത്തിലാണെന്നാണ് പറഞ്ഞത്, ബൈബിളാണെന്നാണ് പറഞ്ഞത്. ലിവിങ്സ്റ്റൺ പറഞ്ഞത്, ഞാൻ 74 പുസ്തകം കളയും, എനിക്ക് ഒരു പുസ്തകം മാത്രം മതി. സ്പർജൻ പറഞ്ഞത്, ഞാൻ ഒത്തിരി പുസ്തകം വിസിറ്റ് ചെയ്യും, പക്ഷേ ഞാൻ ജീവിക്കുന്നത് ഒരു പുസ്തകത്തിലാണെന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിലേക്ക് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആദ്യം നൽകിയത് വില്യം ടെൻഡെയിൽ എന്ന് പറയുന്ന ഒരാളാണ്. വില്യം ടെൻഡെയിൽ 16ാം നൂറ്റാണ്ടിൽ റോമൻ കത്തോലിക് ആ സിസ്റ്റവുമായിട്ട് വളരെ പ്രയാസങ്ങൾ ഉണ്ടായപ്പം അദ്ദേഹം ഒരു പോപ്പുമായിട്ടുള്ള സംഭാഷണത്തിനകത്ത് അദ്ദേഹം ആ പോപ്പിനോട് പറഞ്ഞു, ദൈവം എനിക്ക് ആയുസ് തരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഈ പശുക്കളെ ആയിട്ട് നടക്കുന്ന ആ കൗബോയ്സിനെ കൊണ്ട് ഒരു പോപ്പിനേക്കാൾ നന്നായിട്ട് വേദപുസ്തകം പഠിക്കത്തക്ക നിലയിൽ ആ വ്യക്തിക്ക് അവരുടെ ഭാഷയിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞു. അന്നൊരു പോപ്പിനോട് പറഞ്ഞ കാര്യമാണ്, ഒക്ടോബർ മാസം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യം തരുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ക്ലാസ് എടുക്കാം വില്യം ടെൻഡെയിലിനെ പറ്റി. അന്ന് അദ്ദേഹം മരിച്ചൊരു ദിവസമാണ്. നിങ്ങൾ എന്നെ ഓർപ്പിച്ചാൽ ഞാനത് നിശ്ചയമായിട്ട് എടുക്കാം. എന്നെ ഏറ്റവും അധികം റിഫോർമേഷനെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് വില്യം ടെൻഡെയിൽ. ആ മനുഷ്യൻ അന്ന് പറഞ്ഞതാണ്, അദ്ദേഹം പറഞ്ഞ വാചകം ഞാൻ നിങ്ങളോട് പറയാം, ഇഫ് ഗോഡ് സ്പെയർ my life many years, I will cause a boy who drives a plow to know more of the scripture than you do എന്നാണ് ആ പോപ്പിന്റെ മുഖത്ത് നോക്കി അദ്ദേഹം എന്ന് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചെന്നറിയാമോ? വില്യം ടെൻഡെയിലിനെ കൊന്നു. വില്യം ടെൻഡെയിലിന്റെ ചാരം തേംസ് നദിയിൽ ഒഴുക്കി കളഞ്ഞു. ഒരസ്ഥി കഷ്ണം പോലും ആർക്കും കിട്ടാതിരിക്കേണ്ടതിന് കരിച്ചു കളഞ്ഞിട്ട് ആ ദേഷ്യം തീർക്കാൻ അന്നത്തെ റോമൻ ചർച്ച് അദ്ദേഹത്തിന്റെ കരിഞ്ഞ ചാരം തേംസ് നദിയിൽ ഒഴുക്കി കളഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി കേൾക്കണോ? ആ തേംസ് നദി എവിടെല്ലാം ഒഴുകിച്ചെന്നോ അവിടെല്ലാം ബൈബിൾ എത്തി എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. ശ്രദ്ധിച്ചു കേട്ടെ, ലിവിങ്സ്റ്റൺ നീഡഡ് ഓൺലി വൺ ബുക്ക്. Spurgeon said to live in one book. Tyndale died for one book. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, നിങ്ങൾ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനിൽ വസിക്കുന്നു. എന്തിനാണ് ഞാൻ ഇതെഴുതുന്നത്? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഡു യു ഒബേ ഗോഡ്സ് വേർഡ്? എന്തുകൊണ്ടാണ് ദൈവം അനുസരിക്കേണ്ടതെന്ന് അറിയാമോ? ഒറ്റ കാര്യം കൊണ്ടാണ്. ഇഫ് യു ഡിസയർ ടു ഒബേ ദ വേർഡ് ഔട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ക്രൈസ്റ്റ് ഹാസ് ഡൺ ഫോർ യു. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്ത് വേണം ദൈവത്തിനും അനുസരിപ്പാൻ. ഇതൊരു ബേർഡൻ അല്ല.
കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു. നിത്യ നരകത്തിലേക്കെന്ന ബോർഡുമായിട്ട് ജനിച്ച എന്നെ ജീവിതത്തിൻ്റെ ഒരു നിമിഷത്തിൽ ഞാൻ പോലും ആഗ്രഹിക്കാതെ തമ്പുരാൻ എന്നെ രക്ഷയിലേക്ക് നടത്തി. സ്തോത്രം അല്ലേ. പോള് ദമസ്കോസിലേക്ക് പോയപ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചായിരുന്നു ഞാൻ ക്രിസ്ത്യാനിയായിട്ട് മടങ്ങി വരുവുള്ളൂ? ഒരിക്കലും ചിന്തിച്ചില്ല. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിച്ചായിരുന്നു ഞാൻ ഒരു ദിവസം ക്രിസ്ത്യാനിയാകുന്നു? ആരും ചിന്തിച്ചില്ല. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അറിയാം, ഒരു ദിവസം തമ്പുരാൻ എന്നെ തൻ്റെ പൈതലാക്കി തീർത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നെ തെരഞ്ഞെടുത്തു, അവനിൽ ദത്തെടുത്തു, അവനിൽ മുൻനിയമിച്ചു. വിശുദ്ധീകരണത്തിനായി, തേജസ്കരണത്തിനായിട്ട് എന്നെ ഒരുക്കിയിരിക്കുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം ദൈവം അനുസരിക്കാൻ എന്നെ പ്രേരിപ്പിക്കേണ്ടത്. ആമേൻ. മൂന്ന് ടെസ്റ്റ്. ഇതൊന്നും മുറിക്കാൻ പറ്റില്ല. ഫെലോഷിപ്പ് ഉള്ളവൻ പാവത്തോടെ സെൻസിറ്റീവ് ആയിരിക്കും. ഇത് രണ്ടും ഉള്ളവനെ ദൈവം അനുസരിച്ചേ പറ്റൂ. അവൻ അനുസരിക്കും. അത് ബേർഡൻ അല്ല, അത് സന്തോഷമാണ്. ഒരു ആർ സ്റ്റാൻലി പറഞ്ഞൊരു വാചകമുണ്ട്, ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ് എന്നാ പറഞ്ഞ്. ഓക്കെ, സ്തോത്രം. 3 കാര്യം എല്ലാവർക്കും കിട്ടിയല്ലോ. നാലാമത്തെ കാര്യം രണ്ടാം അധ്യായം. ഇതെല്ലാം എല്ലാം വേഴ്സ് ബൈ വേഴ്സ് ആയിട്ട് ഓരോ വേർഡ് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പോസിറ്റ് ചെയ്യാനായിട്ടുള്ള സമയമില്ല. അതുകൊണ്ട് കേട്ടോ, എല്ലാവരും ആരും മറന്നു പോകരുത്. നാലാമത്തെ കാര്യം, രണ്ടാം അധ്യായം 16-17 വാക്യം. അറിയാവുന്ന വാക്യമാണ്. 16-17 വാക്യം. ലോകത്ത് 15-ാമത്തെ വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നത്രയാകുന്നു. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. 4-ാമത്തെ ടെസ്റ്റ് എന്താണെന്നറിയാമോ? ഡു യു റിജക്ട് ഈവിൾ വേൾഡ്ലി സിസ്റ്റം? ഈ പാപം നിറഞ്ഞ ലോക സിസ്റ്റത്തെ ഡു യു റിജക്ട്? അതോ നമ്മുടെ ഫ്രണ്ട് ആയിട്ട് ലോകത്തെ കൊണ്ടു നടക്കുവാണോ? യോഹന്നാൻ പറയുന്ന അവിടെ ആ ഈവിൾ വേൾഡ് സിസ്റ്റം എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ ലോകത്തിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ വാല്യൂ സിസ്റ്റം. ലോകം എന്തിന് പ്രാധാന്യത കൊടുക്കുന്നത്? എന്നെ ശ്രദ്ധിച്ചിട്ടെ, ലോകം എന്തിനാ പ്രാധാന്യത കൊടുക്കുന്നത്? സൗന്ദര്യമാണ് ഏറ്റവും വലിയ കാര്യം. ലോകത്തിന്റെ വാല്യൂ സിസ്റ്റമാണ്. പണമാണ് ഏറ്റവും വലിയ കാര്യം. പ്രൈഡാണ് ഏറ്റവും വലിയ കാര്യം. പ്ലഷേഴ്സ് ആണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ലോകത്തിന്റെ വാല്യൂ സിസ്റ്റം. എന്നാൽ തിരുവഴുത്തിന്റെ കർത്താവിന്റെ വാല്യൂ സിസ്റ്റമോ, ഗോഡ്ലി വാല്യൂ സിസ്റ്റമോ, ആത്മീയതയാണ് ഏറ്റവും വലിയ കാര്യം. സ്പിരിച്വാലിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം. ഹോളിനെസ് ആണ് ഏറ്റവും വലിയ കാര്യം. കർത്താവിനെ പോലെ നടക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഫെലോഷിപ്പാണ് ഏറ്റവും വലിയ കാര്യം. ദൈവത്തിനെ അനുസരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് ഏത് വാല്യൂ സിസ്റ്റത്തിനാണ് ഞാൻ വില കൊടുക്കുന്നത്? അതനുസരിച്ചായിരിക്കുന്നത്. മനസ്സിലാകുന്നോ? ഇതിനകത്ത് ഏതിനാണ് ഞാൻ പ്രാധാന്യത കൊടുക്കുന്നത്? ഇതിനകത്ത് ഏതിനാണ് എന്റെ പ്രയോറിറ്റി? ഒന്നാമത്തേതാണെങ്കിൽ യു ആർ സ്റ്റിൽ ലവിങ് ദിസ് ഈവിൾ വേൾഡ് സിസ്റ്റം. ഡു യു റിജക്ട് ദിസ് ഈവിൾ വേൾഡ്? എനിക്കതൊരു ഒരല്പകാര്യം ഒന്ന് പറയാം. ഈ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിലെ താൽക്കാലികമായ കാര്യങ്ങളെ, പെട്ടെന്ന് തീരുന്ന കാര്യങ്ങളെ, മരണം കൊണ്ട് തീരുന്ന കാര്യങ്ങളെ, രക്ഷിക്കപ്പെടാത്ത ആളുകൾ മൂല്യം കൽപ്പിക്കുന്ന കാര്യങ്ങളെ, ജഡികന്മാരായ ലൗകികന്മാരായ ആളുകൾ. ഈ ജഡിക ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യാനി ഇല്ല കേട്ടോ. അത് ഈ ഫസ്റ്റ് കൊരിന്ത്യൻസിനകത്ത് ആ ജഡികൻ ആരാന്നുള്ളത് അവസാനം വരെ വായിക്കുമ്പോഴാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പിക്കുന്ന ഈ ഫ്ലഷ്ലി ക്രിസ്ത്യൻ, ജഡിക ക്രിസ്ത്യൻ എന്നൊരു ഒരു കാറ്റഗറി ഇല്ല. ഒന്നെങ്കിൽ അവൻ ക്രിസ്ത്യൻ ആയിരിക്കും, അല്ലെങ്കിൽ ജഡികനായിരിക്കും. ഇത് രണ്ടേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ഫസ്റ്റ് കൊരിന്ത്യൻസ് ക്രമമായിട്ട് വായിച്ചാൽ മതി. അതിന്റെ ഉത്തരം അവസാനം 2 ലേഖനം വായിക്കുമ്പോൾ അവസാനം അവൻ കിട്ടിക്കോളൂ. ഓക്കെ, അതുകൊണ്ട് അവനൊരു ജഡീകനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ക്രിസ്ത്യാനി അല്ലെന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അവൻ ക്രിസ്ത്യാനി അല്ല, അവൻ നിത്യജീവൻ പൊസസ് ചെയ്യുന്നവനല്ല എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ഓക്കെ, നോക്കൂ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വാക്യം, ഞാൻ ഇപ്പോൾ വായിച്ച വാക്യത്തിനകത്ത് ഒരു 4 കാര്യം പെട്ടെന്ന് പറയാം. ഒരു 4 കാര്യം, അത് അധികം വളരെ ഒരു 1 hour എങ്കിലും പറയേണ്ട ഒരു കാര്യമാണ്. വി ആർ നോട്ട് ലവേഴ്സ് ഓഫ് ദ വേൾഡ്. എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ബിക്കോസ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്. എല്ലാവരും ഓർത്തോണം. ലോകം ഇതാണ് നമുക്കറിയാം. അതിന്റെ സിസ്റ്റം എന്താണെന്ന് നമുക്കറിയാം. അത് ദൈവവചനത്തിനെതിരാണെന്ന് നമുക്കറിയാം. അത് കോൺട്രറി ടു ദ ട്രൂത്ത് ആണ് നമുക്കറിയാം. ഹോസ്റ്റൈൽ ടു ദ ട്രൂത്ത് ആണ് നമുക്കറിയാം. ഈ സൈറ്റാനാണ് ഈ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം. സോ ഡു നോട്ട് ലവ് ദ വേൾഡ്. ഒന്നാമത്തെ കാര്യം, ബിക്കോസ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്. 2, എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത്? ബിക്കോസ് ഓഫ് ഹൂ വി ആർ. നാം ആരാ നമുക്കറിയാം. 1, ലോകം എന്താണെന്ന് നമുക്കറിയാം. 2, നാം ആരാ നമുക്കറിയാം. കാര്യം നിങ്ങൾ അതിന്റെ തൊട്ടും വെളുത്ത വാക്യങ്ങൾ വായിച്ചാൽ മതി. കുഞ്ഞുങ്ങളെ, നമ്മളെ പറ്റി പറയുകയാണ്, നിങ്ങൾ അവനെ അറിഞ്ഞിരിക്കാൻ, നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കിയാൽ. നിരവധി പ്രയോഗങ്ങൾ അവിടെ ഉണ്ടല്ലേ. 2 കാര്യം, എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത്? ബിക്കോസ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്. 2,
ബിക്കോസ് ഓഫ് ഹൂ വി ആർ. നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ തൊട്ടുമുഴത്തെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ലോകത്തെ ദുഷ്ടനെ ജയിച്ചിരിക്കയാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. അതാണ് നമ്മുടെ ഐഡന്റിറ്റി. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത്. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത്? ബിക്കോസ് ഓഫ് വാട്ട് ഇറ്റ് ഡസ്. ഈ ലോകം എന്താണ് ചെയ്യുന്നത്? പാപത്തിനുള്ള പ്രേരണ നൽകുന്നു. ഏത്? എങ്ങനെ? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ദീസ് ആർ ദ 3 ഗേറ്റ് വേസ് ഓഫ് സിൻ. പാപം ചെയ്യാനുള്ള 3 വഴികളാണ് അതെല്ലാം. ലോകത്തിലെ എല്ലാ കാര്യങ്ങളെയും ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 കാറ്റഗറിയിൽ കൊണ്ടുവരാം. ശ്രദ്ധിച്ചു കേട്ടോണം, ഈ 3 കാറ്റഗറിയിൽ കൊണ്ടുവരാം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത്? ബിക്കോസ് ഓഫ് വാട്ട് ഇറ്റ് ഈസ്, ബിക്കോസ് ഓഫ് ഹൂ വി ആർ, ബിക്കോസ് ഓഫ് വാട്ട് ഇറ്റ് ഡസ്. ഇറ്റ് ഇൻസൈറ്റ് സിൻ. നാലാമത്തേത്, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടോ? ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്തുകൊണ്ട് ലോകത്തെ സ്നേഹിക്കരുത്? ബിക്കോസ് ഓഫ് വെയർ ഇറ്റ്സ് ഗോയിങ്. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയാം. സോ ഡു നോട്ട് ലവ് ദ വേൾഡ്. നാലാമത്തെ ടെസ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിച്ചോട്ടെ. നാലാമത്തെ ടെസ്റ്റ്, ഡു യു റിജക്ട് ഈവിൾ വേൾഡ് സിസ്റ്റം. ഇതെല്ലാം കണക്റ്റഡ് ആണോ നോക്കിയേ. ഫെലോഷിപ്പ്, സെൻസിറ്റീവ് ടു സിന്ന്, ഒബേയിങ് ഹോളി സ്ക്രിപ്ചർ. നാലാമത്തേത്, ഡു നോട്ട് ലവ് ദ വേൾഡ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സന്തോഷത്തോടെ പറയാം, ഞാൻ നിത്യജീവൻ പൊസസ് ചെയ്യുന്നു. സ്തോത്രം. അഞ്ചാമത്തെ കാര്യം, വളരെ ഫാസ്റ്റ് ആയിട്ട് പോകാം. അഞ്ചാമത്തെ കാര്യം വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. മൂന്നാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട വാക്യങ്ങളാണ്. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചേ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. വാക്യം കണ്ടോ? അഞ്ചാമത്തെ ടെസ്റ്റ് എന്നാന്നറിയാമോ? ഡു യു ഈഗർലി വെയിറ്റ് ഫോർ ക്രൈസ്റ്റ് റിട്ടേൺ. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ? ഡു യു ഈഗർലി വെയിറ്റ് ഫോർ ക്രൈസ്റ്റ് റിട്ടേൺ. ആ കാത്തിരിക്കുക എന്നുള്ളതുണ്ടല്ലോ, അവൻ വരുന്നത് ഞങ്ങൾ കാത്തിരിക്കുന്നു. ആ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ വീടവിടാണ്, വിശുദ്ധന്മാരവിടാണ്, നമ്മുടെ കർത്താവ് അവിടാണ്, നമ്മുടെ റിവാർഡ് അവിടാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാത്തിരിക്കാൻ ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അകത്ത് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് he or she is always eagerly waiting for the appearance of the Lord Jesus Christ. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥതയോടെ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു പ്രത്യാശ നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഓർത്തോണം, യു ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതൊന്നും അവരുടെ ചിന്തയിൽ പോലും ഇല്ല. എന്നിട്ട് അവരെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ യോഹന്നാൻ അനുവദിക്കുന്നില്ല. മനസ്സിലാവുന്നോ? യോഹന്നാൻ അനുവദിക്കുന്നില്ല. ഇവിടെ ഇതൊരു പ്രത്യാശയാണ്. ഈ പ്രത്യാശയുടെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? 3-ാം വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കട്ടെ. ജോൺ promises that such hope has sanctifying power. ഈ പ്രത്യാശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, നമ്മളെ ശുദ്ധീകരിക്കാനായിട്ടുള്ളൊരു ശക്തിയുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ഈ പ്രത്യാശ ഉള്ളവന് അവന്റെ ജീവിത ശുദ്ധീകരണം കാണാം. നോക്കൂ, ഇതേ കാര്യം യോഹന്നാൻ പറയാണ്, നമ്മൾ ശുദ്ധീകരിക്കണം. ഇതേ കാര്യം തന്നെയാണ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുന്നത്. പോള് തീത്തോസിനോട് പറയുന്നുണ്ട്, ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തും കൊണ്ട്. ഏതാ? ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട്. വാക്യം കണ്ടോ? ഈ എല്ലാ വിശുദ്ധന്മാരെല്ലാം they are eagerly waiting for the appearance of the Lord. Do you eagerly waiting for Christ return? അതാണ് അടുത്ത ടെസ്റ്റ്. ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കറിയാം നമ്മൾ നിത്യജീവൻ പ്രോസസ് ചെയ്യുന്നുണ്ട്. If you find yourself longing for the return of the Lord Jesus Christ, that is the evidence of the reality of your eternal life. 5 കാര്യം. എനിക്ക് യോഹന്നാൻ എത്ര കാര്യമായിട്ടാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഇതെല്ലാം പറഞ്ഞിട്ട് 11 കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്.
ഇതെന്തിനാ എഴുതിയേക്കുന്നതെന്ന് അറിയാവോ? നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഈ 5 കേട്ടപ്പോഴേ കളിപ്പീര് വിശ്വാസികൾക്കെല്ലാം മനസ്സിലായി ഇല്ലെന്നുള്ള കാര്യം. ശരിയല്ലേ? ആറാമത്തെ കാര്യം അതൊരു ലോങ് പാസേജ് ആണ്. 3-ാം അധ്യായത്തിന്റെ 4 മുതൽ 10 വരെ 9 വരെയുള്ള വാക്യം, 10ന്റെ ഫസ്റ്റ് പാർട്ട് വരെയുള്ള വാക്യമാണ്. അവിടെ ചില വാക്യങ്ങൾ മാത്രം ഞാനത് വായിച്ചേൽപ്പിക്കാം. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മം ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായെന്ന് നിങ്ങൾ അറിയുന്നു, അവനിൽ പാപമില്ല, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. 8-ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു, പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. നമ്മൾ ഈ പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ ഈ ഭൂതത്തെ ശാസിക്കുന്നൊക്കെയാ വന്നേക്കുന്നത്. അതൊന്നും അല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. അത് ശാസിക്കണം കേട്ടോ. ശാസിച്ച് ഭൂതം പോയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവൻ രക്ഷയിലേക്ക് വന്നില്ലെങ്കിൽ അവനേക്കാൾ കട്ടിയേറിയ, അല്ലെങ്കിൽ ആ പോയ ഭൂതത്തേക്കാൾ കട്ടിയേറിയ 7 എണ്ണത്തിനായിട്ട് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ? അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം കാര്യങ്ങളോട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയാം. സഹോദരനെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ മക്കൾ, സ്നേഹിക്കാത്തവൻ പിശാചിന്റെ മക്കൾ. ഒരു വ്യാഖ്യാനം വേണ്ട, കാര്യം വെരി ക്ലിയർ ആണ്. 6-ാമത്തെ ടെസ്റ്റ് എന്നാണെന്നറിയാമോ? ഡു യു സീ എ ഡിക്രീസിങ് പാറ്റേൺ ഓഫ് സിൻ ഇൻ യുവർ ലൈഫ്? പാപത്തിന്റെ ആ സ്വഭാവം ഓരോ ദിവസം കഴിയും തോറും എന്നിൽ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, യു ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. ഇല്ല എങ്കിൽ പണ്ട് 2 തവണ പറയുമായിരുന്നു, ഇപ്പൊ 4 എണ്ണം പറയും. അത്രേ ഉള്ളൂ, ഒരു പ്രശ്നമില്ല. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഈ വെളുപ്പാങ്കാലത്ത് ഇതാണോ ഉപദേശി പറയുന്നതെന്ന് വല്ലതും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? തിരുവെഴുത്ത് ഇങ്ങനെ പറഞ്ഞേക്കുന്നത് കേട്ടോ. തിരുവെഴുത്ത് വളരെ സീരിയസ് ആണ്. നമ്മളെ നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പിച്ച് പുത്രനെ പോലെ ആക്കി, അവൻ നടന്ന പോലെ നടന്ന് അവനെ പോലെ ആക്കുക എന്ന ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി നിറവേറ്റാനാണ് ദൈവം തന്റെ സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ദൈവസഭയുടെ തല കർത്താവാണ്. ദൈവസഭയുടെ ഭരണം കർത്താവാണ്. ആ ദൈവസഭ ഭരിക്കപ്പെടേണ്ടത് ദൈവവചനത്താലാണ്. ദൈവസഭ പോഷിപ്പിക്കപ്പെടേണ്ടത് ദൈവവചനത്താലാണ്. ഇത് ദൈവശ്വാസീയമാണ്. ഇത് നമ്മുടെ അകത്തുണ്ടാകണം. ഇത് കേൾക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ആ ഡിക്രീസിങ് പാറ്റേൺ ഓഫ് സിൻ എൻ്റെ അകത്തുണ്ടോ. സ്തോത്രം. ഇവിടെ ഒരു ഭക്തൻ പറഞ്ഞൊരു വാചകം പറയാം. ഹോളിനെസ് is the identifying mark of true salvation. Holiness is the identifying mark of true salvation. Unsanctified life is the mark of unregeneration. 2 കാര്യം കേട്ടോ. Holiness is the mark of true believer and unsanctified life is the mark of an unbeliever. വിശദീകരണം ഒന്നും വേണ്ടല്ലോ. ഇവിടെ ഈ വാക്യത്തിന് ഒരല്പം വിശദീകരണം വേണം. ഞാനിപ്പോൾ വായിച്ച ഈ 4 മുതൽ 10 വരെയുള്ള വാക്യത്തിനകത്ത് കർത്താവിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ആ വാക്കിന്റെ അർത്ഥം ആരും ദേ ആർ നോട്ട് പ്രാക്ടീസിങ് സിൻ എന്നാണ് കേട്ടോ. അതായത് ക്രമമായിട്ട് പാപത്തിൽ തുടരുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ക്രമമായി പാപത്തിൽ തുടരുന്നില്ല. ഒരു വല്ലപ്പോഴും ഒക്കെ, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് ആക്ട് ഓഫ് സിൻ. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരും, കുറവുകൾ വരും. പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. നമ്മൾ ഇന്ന് നമുക്ക് ഞാൻ ചെയ്തതും പറഞ്ഞതും ശരിയായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ നാളെ ദൈവത്തിന്റെ ആത്മാവ് കൂടുതൽ വെളിച്ചം തരുമ്പോൾ തെറ്റാണെന്ന് തോന്നിയേക്കുന്ന നിരവധി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. എൻ്റെ കാര്യത്തിൽ അത് നാളെ ഉണ്ടാകാം. കർത്താവിനോട് നമ്മൾ കൂടുതൽ കർത്താവിന്റെ ആ തേജസ്സിനോട് അടുക്കും തോറും നമ്മുടെ ജീവിതത്തിലെ കറയുടെ പാടുകൾ തെളിഞ്ഞു വരും. അതെപ്പോ വരെ ഉണ്ടാകും? നമ്മൾ ഇവിടുന്ന് പോകുന്നിടം വരെ ഉണ്ടാകും. അതെപ്പോഴും ഓർത്തോണം. പക്ഷേ ഇവിടെ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ പ്രത്യേകത, ഹി ഈസ് നോട്ട് പ്രാക്ടീസിങ് സിൻ. ഹാബിച്വലായിട്ടുള്ള ഒരു ആക്ട് ഓഫ് സിൻ അവന്റെ ജീവിതത്തിൽ ഇല്ല. പക്ഷെ ഇൻഡിവിജ്വൽ ആക്ട് ഓഫ് സിൻ ഉണ്ടാകാം. നോക്കൂ, 5 കാര്യങ്ങൾ ആ വാക്യത്തിനകത്തുണ്ട്. എന്തുകൊണ്ട് ദൈവമക്കൾ പാപം ചെയ്യരുത്? കാരണം സിൻ ഈസ് റെബല്യൻ അഗെയിൻസ്റ്റ് ഗോഡ് ആൻഡ് ഇറ്റ് ഈസ് സബോർഡിനേഷൻ ടു ഗോഡ്സ് റൂൾ അപ്പോൺ ഹിസ് ലൈഫ്. Therefore a believer cannot sin.
രണ്ടാമത്തെ കാര്യം 5-ാം വാക്യത്തിനകത്ത് എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻകംപാറ്റബിൾ വിത്ത് ദ വർക്ക് ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് പാപത്തെ അഴിപ്പാനാണ് വന്നത്. ഞാൻ പാപത്തിൽ തുടർന്നാൽ ഞാൻ അവന്റെ പ്രവൃത്തിക്ക് എതിരാണ്. മൂന്നാമത്തെ കാര്യം എന്തുകൊണ്ട് പാപം നമ്മൾ ചെയ്യുന്നില്ല? ബിക്കോസ് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. കർത്താവിന്റെ സ്വഭാവം അവിടെ എഴുതിയിട്ടുണ്ട്, അവനിൽ പാപം ഇല്ല, അതുകൊണ്ട് എനിക്ക് പാപത്തെ തുടരാനായിട്ട് കഴിയത്തില്ല. നാലാമത്തെ കാര്യം ഇറ്റ് ഈസ് ബിക്കോസ് ക്രൈസ്റ്റ് കെയിം ടു ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ആർച്ച് സിന്നർ സൈറ്റാൻ. ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് വന്നത്. എന്നാൽ ഞാൻ ക്രിസ്ത്യാനിയാന്ന് പറയുകയും പാപം ചെയ്യുകയും ചെയ്താൽ ഞാൻ കർത്താവിന്റെ പക്ഷമല്ല, ഞാൻ പിശാചിന്റെ പക്ഷമാണ്. അവസാനത്തെ കാര്യം 8-ാം വാക്യത്തിനകത്ത് 9-ാം വാക്യത്തിനകത്തുണ്ട്. എന്തുകൊണ്ട് പാപം ചെയ്യുന്നില്ല? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻകംപാറ്റബിൾ വിത്ത് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവന്റെ വിത്ത് നിങ്ങളിൽ വസിക്കുന്നു. ഒരുവൻ പാപം ചെയ്യുന്നെങ്കിൽ ആ വസിക്കുന്ന വിത്തിനെതിരായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ ആ വാക്യങ്ങളെ നിർത്താം. നോ വൺ ക്യാൻ ബിലോങ് ടു ബോത്ത് ഫാമിലീസ് സൈമൾട്ടേനിയസ്ലി. പാപം ചെയ്യുന്ന കുടുംബത്തിലും പാപത്തിൽ തുടരാത്ത കുടുംബത്തിലും ഒരേ സമയത്ത് ഒരാൾക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. നോ വൺ ക്യാൻ ബിലോങ് ടു ബോത്ത് ഫാമിലീസ് സൈമൾട്ടേനിയസ്ലി. ഒന്നെങ്കിൽ കർത്താവിന്റെ കൂടെ, അല്ലെങ്കിൽ ലോകത്തിന്റെ കൂടെ. അവനിൽ വസിക്കുക, അബൈഡ് ഇൻ ഹിം. അതൊക്കെ എനിക്ക് വിശദമാക്കാനായിട്ട് സമയം പോരാ. 6 കാര്യം ഏകദേശം മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. അങ്ങനെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഭാഗം 6-ാമത്തെ കാര്യം പറഞ്ഞു നിർത്താം. ഇഫ് യു സീ വിക്ടറി ഓവർ സിൻ ഇൻ യുവർ ലൈഫ്, ഇഫ് യു സീ റൈച്ചസ് മോട്ടീവ്സ്, ഡിസയേഴ്സ്, വേർഡ്സ്, ഡീഡ്സ്, ഇതൊക്കെ വളർന്ന് വരുന്നുണ്ടെങ്കിൽ ഓർക്കാം, വി ക്യാൻ റിജോയ്സ് ഇൻ ദാറ്റ് ബിക്കോസ് വി ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. 6 കാര്യം ടെസ്റ്റ് എല്ലാവർക്കും കിട്ടിയോ? 6 കാര്യം. ഇതിനകത്ത് യോഗത്തിന് കൈയടിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് തെളിവുണ്ടായിരുന്നെങ്കിൽ നമ്മളിൽ എല്ലാവർക്കും കണ്ടേനെ അല്ലേ? പക്ഷെ അങ്ങനെ ബാക്കിയില്ല. ഞായറാഴ്ച രാവിലെ പ്രസംഗിക്കുന്നവർക്കെല്ലാം നിത്യജീവൻ ഉണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ല. ബൈബിൾ ക്ലാസ് ഇങ്ങനെ വേഴ്സ് ബൈ വേഴ്സ് ആയിട്ടൊക്കെ പറയുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളത് ഒരടയാളമാണെങ്കിൽ ഞങ്ങൾ ചിലർക്കൊക്കെ കണ്ടേനെ. പക്ഷെ അതും അടയാളമല്ല, ഇതാണ് അടയാളം. അവനിൽ പാപം ഇല്ലാത്തതുപോലെ അവനിൽ വസിക്കുന്നവൻ പാപത്തിൽ തുടരുന്നില്ല. അവനിൽ ഇരുട്ടില്ലാത്തതുപോലെ അവനിൽ വസിക്കുന്നവനിൽ ഇരുട്ടില്ല. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നു. നിത്യജീവൻ ഉണ്ടെന്ന് പറയുന്നവൻ ലോകത്തെ സ്നേഹിക്കുന്നില്ല. നിത്യജീവൻ ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളിൽ ഡിക്രീസിങ് പാറ്റേൺ ഓഫ് സിൻ ഉണ്ടായിരിക്കും. നിത്യജീവൻ ഉണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് ദേ ആർ ഓൾവേസ് സെൻസിറ്റീവ് ടു സിൻ. 6 കാര്യം. ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ റിയലി എൻ്റെ ഹൃദയം ബ്രോക്കൺ ആയിരുന്നു. റിയലി ഞാൻ എൻ്റെ ഒരു സ്നേഹിതനോട് പറഞ്ഞത്, ഹൃദയം തകർത്ത കാര്യങ്ങളാണ് ഇതെല്ലാം. കർത്താവേ, ഞാൻ വാസ്തവമായും അങ്ങേ ഫോളോ ചെയ്യുന്ന ആളാണോ എന്ന് വളരെ സമയം ശോധന ചെയ്ത ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിന് കണ്ണടച്ച് കളയരുത്. നിത്യജീവൻ ഇല്ല എങ്കിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈഗോ എല്ലാം മാറ്റിവെച്ച് വരണം. നീ ആരാകുന്നു കർത്താവേ എന്ന് പോൾ ചോദിച്ചതുപോലെ ഒരു ചോദ്യവുമായിട്ട് അവന്റെ അടുക്കിലേക്ക് വരണം. 7-ാമത്തെ കാര്യം. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ തന്നെയാണ് ഞാൻ അതിപ്പോ പറഞ്ഞായിരുന്നു. 10-ാം വാക്യം. ദൈവത്തിന്റെ മക്കൾ ആരെന്നും പിശാചിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയാം. മേളത്തെ കാര്യമുണ്ട് കേട്ടോ. ഏതിനാൽ അറിയാം? തൊട്ട് താഴെ, നീതി പ്രവർത്തിക്കാത്തവനാരും. അത് മുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പാപവും വിശുദ്ധ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പ്രയോഗമാണ് നീതി പ്രവർത്തിക്കാത്തവനാരും. എന്നിട്ട് സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. ടെസ്റ്റ് കണ്ടോ? ദൈവത്തിൽ നിന്നുള്ളവനല്ല. 7-ാമത്തെ ടെസ്റ്റ്, ഡു യു ലവ് അതർ ക്രിസ്ത്യൻസ്? മറ്റ് ക്രൈസ്തവരെ, മറ്റ് സഹോദരങ്ങളെ, ഒരപ്പത്തിന്റെ അംശികളായവരെ, ഒരു ശരീരത്തിലെ അംഗങ്ങളായവരെ, ഒരേ വീണ്ടെടുപ്പ് വില കൊടുത്ത് നേടിയവരെ അന്യോന്യം ജെനുവിനായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? വെരി സിമ്പിൾ ടെസ്റ്റ്. അതിനകത്ത് ജാതിയും കുലവും മഹിമയും നിറവും പണവും ക്ലാസും കാസ്റ്റും ഒന്നുമില്ല. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിൻ്റെ 7-ാമത്തെ തെളിവ്, നമ്മൾ അന്യോന്യം സ്നേഹിക്കും. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യത്തിനകത്തൊക്കെ അതേ കാര്യങ്ങൾ യോഹന്നാന്റെ 2 ജോൺ ഇവിടെ ഈ വാക്യം തന്നെ 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ വായിച്ചാലും ആ കാര്യങ്ങൾ തന്നെ അവിടെ ഉണ്ട്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല, സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു, ഇരുട്ട് അവന്റെ കണ്ണുകളെ കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. വാക്യം പോരെ, സഹോദരനെ സ്നേഹിക്കുക.
ഒരു 2 വാക്യങ്ങളും അതിനോട് ചേർന്ന് പറയാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2 വേഴ്സ് 22. നിങ്ങൾ ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിൻ. എന്നാ സ്ട്രോങ് വേഴ്സാ അല്ലേ? ഫെർവൻലി ലവ് വൺ അനദർ ഫ്രം യുവർ ഹാർട്ട്. നിങ്ങൾ ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ, ഉറ്റു സ്നേഹിപ്പീൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരോട് എന്നാ പറഞ്ഞേ? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. വഴക്കും പിടിച്ച് ഗ്രൂപ്പിസവും കാണിച്ച് കേസ് കൊടുത്ത് നടക്കുന്നവന് നിത്യജീവൻ ഉണ്ടെന്ന് പറയാൻ വേദോസം അനുവദിക്കുന്നില്ല കേട്ടോ. അത് വളരെ സത്യമായി ആര് പിണങ്ങിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് അവർക്ക് നിത്യജീവൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് സന്തോഷമായിരുന്നു. പക്ഷെ പുസ്തകം അനുവദിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്തിനാണത് പറഞ്ഞ് അവരെ വഞ്ചിക്കുന്നത്? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നു എങ്കിൽ. എന്താ സ്നേഹം? സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. അയ്യോ, സ്നേഹം ദോഷം കണക്കിടുന്നില്ല. സ്നേഹം പാപത്തിന്റെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഒന്ന് വായിച്ചു നോക്കണം. ഇനി ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ ഒന്ന് ഇരുത്തി. ദോഷം കണക്കിടുന്നില്ല. സഹോദരൻ എന്നോട് ദോഷം ചെയ്താലും സ്തോത്രം, ഒരു പ്രതികാരവും ഇല്ല, ഒരു റിവെഞ്ചും ഇല്ല. ദൈവത്തോട് പറയാ, ന്യായമായി വിധിക്കുന്നവരോട് പറയാ, അവനോട് ഒരു പ്രശ്നമില്ല. നിങ്ങൾ അന്യോന്യം എങ്ങനെ സ്നേഹിക്കുന്നത് അറിയാവോ? ഈ ചിലരിങ്ങനെ വാ കൊണ്ട് ഭയങ്കര സ്നേഹമാണ്. അതൊക്കെ കർത്താവിനറിയാം കളിപ്പ്. കാര്യം ഹൃദയത്തെ കർത്താവ് നോക്കി ജഡ്ജ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പറ്റിക്കാം, നിങ്ങൾക്ക് എന്നെ വഞ്ചിക്കാം. പക്ഷേ ഡു യു ലവ് യുവർ ബ്രദർ? ആ ചോദ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. ഡു യു ലവ് യുവർ ബ്രദർ? എമിക്കാർ മൈക്കിൾ എന്ന് പറയുന്ന ആളുടെ പേര് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കില്ല. ആ അനുഗ്രഹിക്കപ്പെട്ട സഹോദരി പറഞ്ഞൊരു വാചകം ഇതാണ്: യു ക്യാൻ ഗീവ് വിത്തൗട്ട് ലവിങ്. യു ക്യാൻ ഗീവ് വിത്ത്, സ്നേഹിക്കാതെ കൊടുക്കാം. ഗിഫ്റ്റ് ഒക്കെ നമുക്ക് സ്നേഹിക്കാതെ കൊടുക്കാമല്ലോ. ബട്ട് യു കനോട്ട് ലവ് വിത്തൗട്ട് ഗിവിങ്. എന്നാൽ കൊടുക്കാതെ സ്നേഹിക്കാൻ കഴിയത്തില്ല. യു ക്യാൻ ഗീവ് വിത്തൗട്ട് ലവിങ്, ബട്ട് യു കനോട്ട് ലവ് വിത്തൗട്ട് ഗിവിങ്. മറന്നുപോയത്. സഹോദരനെ സ്നേഹിക്കണം, അവരുടെ ആവശ്യത്തിൽ അവരെ കാണണം, അവരും ഞാനും ഒരേ അപ്പന്റെ മക്കളാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. നിത്യജീവൻ ഒരുപോലെ ഷെയർ ചെയ്യുന്നവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സ്നേഹം പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. കാര്യം നമ്മൾ ഗ്രോയിങ് ഇൻ ക്രിസ്ത്യാനിറ്റി ആണ്, ക്രൈസ്റ്റ് ലൈക്നെസ് ആണ്. ബട്ട് യുവർ ലവ് വോണ്ട് ബി പെർഫെക്റ്റ്, ബട്ട് ഇറ്റ് വിൽ ബി ദയർ. അവിടെ ഉണ്ടായിരിക്കും സ്നേഹം. യുവർ ലവ് വോണ്ട് ബി പെർഫെക്റ്റ്, ബട്ട് ഇറ്റ് വിൽ ബി ദയർ. ആകെ നമ്മുടെ മീറ്റിംഗ് ഒരു ശോകമൂഹമായോ എന്ന് എനിക്കൊരു സംശയം. അല്ലല്ലോ അല്ലേ? സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിക്കുക, സിയാറ്റിലെ സഭക്കാർ 8 വർഷമായിട്ട് ഇത് മാത്രം കേട്ടോണ്ടായിരിക്കുന്നത് അല്ലേ? ഇടയ്ക്കൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, അവർ ഇതുവരെയും പറഞ്ഞു വിട്ടില്ല എന്ന്. സ്തോത്രം. 8ാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന്, എനിക്ക് വളരെ ഫാസ്റ്റ് എടുത്ത് തീർക്കണം. 8ാമത്തെ കാര്യം വളരെ വേഗത്തിൽ പോകാൻ പോവുക. ഫസ്റ്റ് ജോൺ 3:22. 1ാമത്തെ കാര്യം ഇതുവരെയും കണക്ട് ചെയ്ത് വരുന്നുണ്ടോ? എല്ലാം കണക്റ്റഡ് അല്ലേ? എനിക്ക് ഒന്നുണ്ടോ ഒന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എല്ലാം ഉണ്ട്. ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഇല്ലെങ്കിൽ ഒന്നുമില്ല. 8ാമത്തെ കാര്യം 3:22 യോഹന്നാൻ പറയുക, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച്, ശ്രദ്ധിച്ചു കേട്ടോ. ഫസ്റ്റ് ജോൺ 3:22. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. ഇനി 5ാം അധ്യായത്തിന്റെ 13-14 നോക്കിയേ. 14ാം വാക്യം: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. വാക്യം കണ്ടോ? അങ്ങനെങ്കിൽ 8ാമത്തെ ടെസ്റ്റ് എന്താണെന്നറിയാമോ? ഡു യു എക്സ്പീരിയൻസ് ആൻസേർഡ് പ്രയർ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരം നൽകുന്നുണ്ടോ? ഏത് പ്രാർത്ഥന? 5:14 കണ്ടോ? നിങ്ങൾ അവന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും യാചിച്ചാൽ, അങ്ങനല്ലേ വായിക്കുന്നത്? അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അടുത്ത 8ാമത്തെ ടെസ്റ്റ്: ഡു യു എക്സ്പീരിയൻസ് ആൻസേർഡ് പ്രയർ ഇൻ യുവർ ക്രിസ്ത്യൻ ലൈഫ്? ഏത് പ്രാർത്ഥന? ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന. ഏതാ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഞങ്ങളിലും ആകണമേ. ഞാൻ പറയാം എന്താ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന. തിരുവഴുത്തിനകത്തുണ്ട്. 1-2 ഉദാഹരണം പറഞ്ഞാൽ, ഒരു അൺബിലീവറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ആ വ്യക്തിയെ രക്ഷയിലേക്ക് കൊണ്ടുവരണമേ. നിശ്ചയമായിട്ടും ആ വ്യക്തിയെ കർത്താവ് ഏതെങ്കിലും നിലയിൽ തൊടും. നമ്മൾ ചില പ്രത്യേക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവമേ എനിക്ക് ഇങ്ങനത്തെ ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്, അത് മാറ്റിത്തരണമേ. നമ്മളൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവെ ആ വ്യക്തി ആത്മീയനാകണമേ. നമ്മുടെ ലോകസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവെ ഞങ്ങളുടെ സഭ ദൈവത്തെ അക്ഷയമായിട്ട് സ്നേഹിക്കാൻ സഹായിക്കണമേ. ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവെ അവർ ദൈവവചനം കറകൂടാതെ, ജനത്തെ വഞ്ചിക്കാതെ നിത്യജീവന് വേണ്ടി ഒരുക്കാൻ പറയണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് നിങ്ങളുടെ കൺമുൻപിൽ ആൻസർ ഉണ്ടാകുമെന്നാണ് യോഹന്നാൻ പറയുന്നത്. അവൻ, നിങ്ങൾ ദൈവഹിത പ്രകാരം അവനോട് അപേക്ഷിക്കുന്നതൊക്കെയും
അവൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്നുള്ളത് നമുക്ക് അവന്റെ പക്കലുള്ള ധൈര്യമാകുന്നു. 8ാമത്തെ ടെസ്റ്റ്, ആൻസേർഡ് പ്രയർ ഇൻ അവർ ക്രിസ്ത്യൻ ലൈഫ്. ഡു യു എക്സ്പീരിയൻസ് ആൻസേർഡ് പ്രയർ? ക്വസ്റ്റ്യൻ മാർക്കാണ്. നിങ്ങൾക്ക് ആൻസർ ഫിൽ ചെയ്യാം. Have you prayed for an unbeliever and see that person come to Christ? അതാണ് ദൈവീക പ്രകാരമുള്ള പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ദൈവവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കൃപ തരണമേ. ദൈവീക പ്രകാരമുള്ള പ്രാർത്ഥന ഉറപ്പായിട്ടും അത് കേൾക്കും. ഞങ്ങളുടെ വിശ്വാസികൾക്ക് ദൈവവചനം കേൾക്കാൻ താല്പര്യം കൊടുക്കണമേ. ഉറപ്പായിട്ടും കർത്താവ് ആ പ്രാർത്ഥന കേൾക്കും. ആൻസേർഡ് പ്രയർ ഈസ് ദ സൈൻ ഓഫ് യു ആർ പൊസസിങ് ഇറ്റേണൽ ലൈഫ്. 8 കാര്യം. 9ാമത്തേത് വളരെ വിശാലമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, പക്ഷേ സമയമില്ല. 14 15 വാക്യം അവിടെ തന്നെ നമ്മൾ 4ാം അധ്യായത്തിന്റെ 13ാം വാക്യം, 14ാം വാക്യം, 15ാം വാക്യം, 2ാം വാക്യം എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ അതിന്റെ 14 15 പെട്ടെന്നൊന്ന് വായിച്ച് കേൾപ്പിക്കാം. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു. അത് ഞാൻ 2ാം വാക്യം ഒന്ന് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അത് അന്നത്തെ ഒരു കോണ്ടസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്യമാണ്. ഞാൻ അതിനെ ഇങ്ങനെ പറയാം. 2ാം വാക്യം 14 15 വാക്യങ്ങൾ നോക്കിയേ. യേശു ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് പിതാവ് പുത്രനെ ലോകരക്ഷിതാവ് അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. 13ാം വാക്യം, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ഏത്? അവൻ നമ്മിലും നാം അവനിലും വസിക്കുന്നു എന്ന് അവൻ നമുക്ക് ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അങ്ങനെങ്കിൽ 9ാമത്തെ ടെസ്റ്റ് എന്നാണെന്നറിയാമോ? ഡു യു എക്സ്പീരിയൻസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിന്റെ ആ ദൈവികമായ ശുശ്രൂഷ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഇവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ എന്താണെന്ന് പ്രത്യേകം പറയുന്ന 2-3 വാക്യങ്ങളുണ്ട്. പ്രത്യേകം 1ാമത്തെ വാക്യം ഈ 13ാം വാക്യമാണ്. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന ആ നോളജ് നമുക്കുണ്ട്. ആ ലൈവ് കോൺഷ്യസ് പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രിയാണ്. 2ാമത്തെ കാര്യം, 2ാം അധ്യായത്തിന്റെ 27ാം വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. 2:27, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകല ഉപദേശിച്ച് തരികയാലും, അത് ഫോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. കണ്ടോ? അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിച്ച് തരാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തെറ്റോ ശരിയോ ഏതാണെന്ന് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പരിശുദ്ധാത്മാവ് തന്നെ ബോധ്യമാക്കി കൊടുക്കുന്നു. ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. മനസ്സിലാകുന്നോ? മറ്റൊന്നിൽ പറഞ്ഞാൽ ഒരു ഇല്ലൂമിനേറ്റിംഗ് പവർ നമ്മുടെ അകത്ത് തന്നെ ദൈവവചനത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കാനായിട്ടുള്ള ഒരു ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ അകത്ത് അവന്റെ ആത്മാവിനാൽ തരുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ അനുഭവിക്കുന്നുണ്ടോ? ഈ സത്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ബോധ്യമാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിച്ചം നൽകുന്നുണ്ടോ? ഇതാണ് നിത്യജീവൻ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ്. ഒരു വാക്യം വളരെ വിശദമാക്കേണ്ട ഒരു വാക്യമാണ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. എന്താ? ആത്മാവിനെ, അതായത് പരിശുദ്ധാത്മാവിന്റെ ആ ഒരു കൃപയാണത്. ഏതാ? അപ്പാ പിതാവേ നമുക്ക് വിളിക്കാം. ഏത് സാഹചര്യത്തിൽ? ജീവിതത്തിന്റെ ഏത് ക്രൈസിസിലും, ഏത് വേദനയിലും, ഏത് പ്രതിസന്ധിയിലും കൃപാസനത്തിലേക്ക് എന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ള ആ ബന്ധം നിങ്ങൾക്കകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അബ്ബാ പിതാവേ. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്നാണെന്നറിയാമോ? ആരുമില്ലാതെ ഗെത്സമനയിൽ കൂടെ നടന്ന ശിഷ്യന്മാരും ക്ഷീണം നിമിത്തം ഉറങ്ങിപ്പോയ രാത്രിയിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണമേ. ദാറ്റ് ഈസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. How you can run to God and pour out your heart before the throne of God. That is the ministry of the Holy Spirit. Do you experience the ministry of the Holy Spirit? 9ാമത്തെ കാര്യം കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു.
ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്ന പറഞ്ഞാൽ ഇങ്ങനെ മന്ത്രിക്കുക, നമ്മുടെ അകത്ത് ഇങ്ങനെ മന്ത്രിക്കുക, ദൈവമക്കളാണ് ദൈവമക്കളാണ്. അതല്ല കേട്ടോ, എവിഡൻസ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എനിക്കത് പറയാനായിട്ട് സമയമില്ല. നമുക്ക് ആ മിനിസ്ട്രി പരിശുദ്ധാത്മാവിന്റെ പ്രോംപ്റ്റിംഗ് ആണ് ആത്മനിറവിൽ പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ സഹായിക്കുന്നത്. ഡു യു എക്സ്പീരിയൻസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്? എല്ലാവരോടുള്ള ചോദ്യമാണ്. ഡു യു എക്സ്പീരിയൻസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്? ഡു യു എക്സ്പീരിയൻസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്? ഡു യു എക്സ്പീരിയൻസ് ദ മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്? 9 കാര്യം. 10ാമത്തേത് 4:1 വാക്യമാണ്. 4:1. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. 10ാമത്തെ കാര്യം എന്നാണെന്നറിയാമോ? ക്യാൻ യു ഡിസേൺ ബിറ്റ്വീൻ സ്പിരിച്വൽ ട്രൂത്ത് ആൻഡ് എറർ? നിങ്ങൾക്ക് ശരിയും തെറ്റും ഡിസേൺ ചെയ്യാൻ, വിവേചിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഒരു ഫോൾസ് പ്രോഫറ്റ് നമ്മുടെ കൂട്ടായ്മയിൽ വന്നാൽ, ഒരു വ്യാജം നമ്മുടെ കൂട്ടായ്മയിൽ വന്നാൽ, തിരുവെഴുത്തിൽ പറയാത്ത സന്ദേശങ്ങൾ നമ്മളോട് പറഞ്ഞാൽ, ദൈവവചനവുമായിട്ട് ചേരാത്ത കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ പറഞ്ഞാൽ, തിരുവെഴുത്തിന്റെ വ്യാഖ്യാനവുമായിട്ട് ചേരാത്ത നിലയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ, ഡു യു ഹാവ് ദ എബിലിറ്റി ടു ഡിസേൺ വാട്ട് ഈസ് സ്പിരിച്വൽ ട്രൂത്ത് ആൻഡ് എറർ? നമ്മളിൽ പലർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. അതൊരു ഡെവലപ്പിംഗ് ആയിട്ടെങ്കിലും നമ്മിൽ ഉണ്ടാകണം രക്ഷിക്കപ്പെട്ടവരിൽ. ദാറ്റ് ഈസ് ദ അനദർ സൈൻ ഓഫ് യു ആർ പൊസ്സസിങ് ഇറ്റേണൽ ലൈഫ്. എഫെസോസ് സഭയ്ക്ക് ദൂത് എഴുതുന്നുണ്ടല്ലേ വെളിപ്പാട് പുസ്തകം. അതിനകത്ത് യോഹന്നാൻ എഫെസോസിലെ സഭയോട് പ്രത്യേകം പറയുന്നൊരു കാര്യമുണ്ട്. 7 സഭയ്ക്ക് എഴുതുകയാണ്. അതിനകത്ത് എഫെസോസിലെ സഭയോട് പ്രത്യേകം പറയുന്നുണ്ട്, കള്ള അപ്പോസ്തലന്മാരെ നീ തിരിച്ചറിഞ്ഞു എന്നാണ് വായിക്കുന്നത്. നീ തിരിച്ചറിഞ്ഞു. നമുക്ക് നമ്മുടെ സഭകൾക്ക് അങ്ങനെ ഒരു ഡിസൈൻമെന്റ് ഉണ്ടോ? ആര് വന്നാലും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും, ആരും പിണക്കില്ല, എല്ലാവരും അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ഇൻക്ലൂസീവ് മെന്റാലിറ്റി. ദാറ്റ് ഈസ് നോട്ട് ദ സൈൻ ഓഫ് യു ആർ പൊസ്സസിങ് ഇറ്റേണൽ ലൈഫ്. അകത്ത് നിത്യജീവൻ വസിക്കുന്നവർ, പൊസ്സസ് ചെയ്യുന്നവർ, അവർ ബോൾഡായിരിക്കും ട്രൂത്തിന് വേണ്ടി. കള്ളപ്രവാചകന്മാരോട് അവര് ശത്രുതയായിരിക്കും. ആ ഉപദേശത്തെ അവർ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല, ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല. ഈ ചാൾസ് സ്പർജൻ ഡിസൈൻമെന്റിനെ പറ്റി പറഞ്ഞൊരു സെന്റൻസ് എന്താണെന്ന് അറിയാം? ഡിസൈൻമെന്റ് ഈസ് നോട്ട് നോയിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ്, ഡിസൈൻമെന്റ് ഈസ് നോയിങ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ്. കാര്യം, പിശാച് വെളിച്ച ദൂതന്റെ വേഷം കെട്ടിയാണ് വരുന്നത്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസേൺ ഹിം റൈറ്റ് ആൻഡ് ഓൾമോസ്റ്റ് റൈറ്റ്. പക്ഷെ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു യു ക്യാൻ ഡിസേൺ ദ സ്പിരിച്വൽ ട്രൂത്ത് ആൻഡ് ദ എറർ. 10 കാര്യം. ഒരു കാര്യം പറഞ്ഞതിന്റെ വാക്കുകൾ നിർത്തുക. ഇതൊരു ടെസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ? ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് എന്നെ തന്നെ പരിശോധിപ്പീൻ. 11ാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതിന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഉണ്ട്. അവസാനത്തെ ആ വാക്യത്തിനകത്ത് 3:13 യോഹന്നാൻ പറയുക, 3:13, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. എന്താ വാക്യം? ഹാവ് യു സഫേർഡ് റിജക്ഷൻ ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത്? കർത്താവിനുള്ള നമ്മുടെ ആശ്രയവും കർത്താവിലുള്ള നമ്മുടെ വിശ്വാസവും നിമിത്തം വേദനയും തിരസ്കരണവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിക്കുന്നെങ്കിൽ ദാറ്റ് ഈസ് ദ സൈൻ ഓഫ് യു ആർ പൊസ്സസിങ് ഇറ്റേണൽ ലൈഫ്. ഹാവ് യു എക്സ്പീരിയൻസ്ഡ് അനിമോസിറ്റി, ഹോസ്റ്റിലിറ്റി, റിജക്ഷൻ, അങ്ങനെ നമുക്ക് പെർസിക്യൂഷൻ, നിന്ദകൾ, വേദനകൾ, കർത്താവിൽ വിശ്വസിച്ച നിമിത്തമുള്ള തിരസ്കരണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ ഓർത്തോണം, സന്തോഷത്തോടെ നമുക്ക് പറയാം, ഞങ്ങൾ നിത്യജീവൻ പൊസസ് ചെയ്യുന്നവരാണ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നുണ്ട്, ഞങ്ങൾ ലോകത്തിന്റെ മുന്നിൽ ചവറ് പോലെ അഴുക്കായി. ഫിലിപ്പിയരോട് പറയുന്നുണ്ട്, സകല എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ നിങ്ങൾ ഇരിക്കണം. ഇതെല്ലാം കൊണ്ട് ചേർത്ത് പറയാം, അവന്റെ നാമം നിമിത്തം നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ, നിന്ന അനുഭവിക്കുന്നെങ്കിൽ, വേദന അനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇറ്റേണൽ ലൈഫ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണത്. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് കൺക്ലൂഡ് ചെയ്തേ. ആ കൂട്ടായ്മ മുതൽ അവനോടുള്ള സ്നേഹം നിമിത്തമുള്ള വേദന വരെയുള്ള 11 കാര്യങ്ങളെ മുറിച്ചു മാറ്റാൻ കഴിയില്ല. ഈ 11 കാര്യങ്ങൾ ഒരുവന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതിൽ ആ വ്യക്തി പ്രോഗ്രസീവ് ആണെങ്കിൽ, ഓരോ ദിവസം കഴിയും തോറും ആ വ്യക്തി അതിൽ വളർന്നു വരികയാണെങ്കിൽ ഓർത്തോണം, നമുക്ക് സന്തോഷത്തോടെ പറയാം, ഈ സന്ദേശം നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞതിന്റെ മറ്റൊരു കാര്യം, ഈ 11 കാര്യവും നിങ്ങൾക്കില്ലെങ്കിൽ
ടേൺ ടു ദ ലോർഡ്, കർത്താവിങ്കിലേക്ക് തിരിയണം. അവനോട് പറയണം, എൻ്റെ ഈ കല്ലായ ഹൃദയത്തെ മാംസളമായ ഹൃദയമാക്കണമേ, ആ തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ. അവന്റെ മരണം എൻ്റെ മരണമാണെന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് അങ്ങിൽ ഞാൻ സമ്പൂർണമായിട്ടും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിങ്കിലേക്ക് തിരിയണം. ഈ രണ്ട് സന്ദേശമാണ് ഇതിനകത്തുള്ളത്. നിത്യജീവൻ ഉള്ളവർക്ക് സന്തോഷമാണിത്, എന്നാൽ അതില്ലാത്തവർക്ക് ബേർഡൻ ആയിരിക്കും. ഇത് ഹാർഡ് പ്രീച്ചിങ് ആണെന്ന് എനിക്കറിയാം. ഒരു ദേവദാസൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഹാർഡ് മെസ്സേജ് മേക്സ് സോഫ്റ്റ് പീപ്പിൾ, സോഫ്റ്റ് പ്രീച്ചിങ് മേക്സ് ഹാർഡ് പീപ്പിൾ. ഇത് ഹാർഡ് പ്രീച്ചിങ് ആണ്. എന്തിനാണെന്നറിയാമോ? നമ്മളെ സോഫ്റ്റ് ആക്കാൻ, നമ്മളെ വിശുദ്ധരാക്കാൻ, നമ്മളെ പാപത്തോട് സെൻസിറ്റീവ് ഉള്ളവരാക്കാൻ, ലോകത്തെ സ്നേഹിക്കാതിരിക്കാൻ, വചനം അനുസരിക്കാൻ, അവന്റെ നാമനിമിത്തം കഷ്ടം അനുഭവിപ്പാൻ, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ അനുവശത്താക്കാൻ, ദൈവഹിതപ്രകാരം പ്രാർത്ഥനയും ഉത്തരങ്ങളും ലഭിക്കേണ്ടതിനാണ് ഈ സന്ദേശം നിങ്ങളോട് പറഞ്ഞത്. 5:13 വായിച്ചതിന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. താങ്ക് യു. അത്രയും വിശാലമായി പറയേണ്ടതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയും പറയാനേ സമയമുള്ളൂ. നമ്മുടെ കർത്താവിന്റെ പുണ്യനാമം എപ്പോഴും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക്